ഒരു നിമിഷം ശിരസ്സ് നമിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാൻ നമുക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ശക്തിയുള്ളൊരു ദൈവമാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കടത്തിലും എന്നെ രക്ഷിക്കാൻ പോകുന്നൊരു ദൈവമാണ്. നാളിതുവരെ ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഞാനിന്ന് ജീവിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഓർക്കാം. ഈശോപ്പ, പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിൻ്റെ അവസരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറന്ന് ഈ ഓരോ മക്കളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഇവരെ നിറയ്ക്കണമേ. ഈശോപ്പ, പ്രത്യേകമായിട്ട് ഈ സഭയിലെ ഓരോ മക്കളെയും അവരുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എൻ്റെ യേശുവിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കിരിക്കാം. എല്ലാവർക്കും സുഖമാണോ? ആദ്യമായിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ കയറിയിരിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു പ്രതീതിയാണ്. എങ്കിലും സന്തോഷമായി. ഞാൻ ഇത്രയും പൊക്കത്തിൽ നിന്ന് ആദ്യം ഇങ്ങനെ പ്രസംഗിക്കാറൊന്നുമില്ല. ഞാൻ സാധാരണ ഈ താഴേക്ക് ഇറങ്ങി നിന്ന് നടന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ്. LMS പോലും ഞാൻ നടന്ന് പ്രസംഗിച്ച്. അത്രയും വലിയ ക്രൗഡിൻ്റെ മുമ്പിലും നടന്ന് സംസാരിക്കാൻ എനിക്കിഷ്ടം. ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ ഇഷ്ടം. അങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, അച്ഛാ അവിടെ നിന്ന്. അപ്പോൾ വികാരിച്ചൻ നിങ്ങളുടെ സഭയുടെ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇവിടെ കയറുന്ന സാധാരണ അച്ഛന്മാർ പ്രസംഗിക്കാറ്, അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് പ്രസംഗിച്ചാൽ മതി. ഞാൻ വികാരിച്ചനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനിവിടെ കയറിയേക്കാന്ന് വിചാരിച്ചു. സന്തോഷം. ഇവിടെ നിന്നൊരു ഗുണമുണ്ട് കേട്ടോ, എല്ലാവരും കാണാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ചോദ്യം ചോദിക്കാന്നുള്ളത്. ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ. ഏറ്റവും സ്നേഹത്തോടെ തന്നെ ആദ്യമേ തന്നെ എല്ലാവരോടും ഞാനൊരു മാപ്പ് ചോദിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാ. എൻ്റെ പള്ളിയിൽ നിന്ന് ഞാനൊരു ഏകദേശം ഒരു 9:30 മണിക്ക് ഇറങ്ങിയതാ. 9:30 മണിക്ക് ഇറങ്ങിയിട്ട് സാധാരണ വരുന്നത് ശബരിക്കാണേ, ശബരി എക്സ്പ്രസ്സേ. കേട്ടിട്ടുണ്ടോ? ട്രെയിനത്. അപ്പോൾ അത് ഇന്ന് 1.5 മണിക്കൂർ ലേറ്റാണ്. ഞാൻ വന്നു നിന്നിട്ടാണെങ്കിൽ എറണാകുളത്ത് ചെന്നിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്നറിയോ? ഒരു 12:30 മണിക്ക് ചെന്നിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് അത് 1.25 മണിക്കൂർ ലേറ്റാന്ന് പറഞ്ഞപ്പോൾ അടുത്ത ട്രെയിൻ ആകെ ഉള്ളത് പരശുരാമ. അതിന് കയറിയപ്പോൾ 6:50 അവിടെ എത്തി. ഈ ഷെർലാൻ എന്നല്ലേ പേര്, പുള്ളി വിളിയോട് വിളി. എവിടെ എത്തും, എപ്പെത്തും, എങ്ങനെ എത്തും? ഞാൻ പറഞ്ഞു എത്തും. അപ്പോൾ വിളിയോട് വിളി. പുള്ളിക്കാണെങ്കിൽ ടെൻഷൻ. പുള്ളിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അതോടെ തന്നെ ഒരു ഡ്രൈവ് ചെയ്യാനൊരാൾ വന്നു. എന്നിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നു. എന്നിട്ട് അതിൻ്റെ പേര് സാബിൻ. എന്നെ പേരടാ ഇതൊക്കെ. വെടിക്കെട്ട് എനിക്കത് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെന്നേ. അതാണ് എൻ്റെ പ്രശ്നം. വലിയ വെളിവൊന്നുമുള്ള ആളെന്നല്ല ഞാൻ. ഈ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഈ സാബിൻ അല്ലേ അച്ഛാ? ആ മനുഷ്യൻ എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നറിയോ? അതുകൊണ്ട് എത്തിയതാ. അല്ലെങ്കിൽ ഇപ്പം ഒന്നും എത്തൂല കേട്ടോ. ഈ കേരളീയ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പക്ഷെ ആ തിരക്കിനിടയിൽ ആ മനുഷ്യൻ ദൈവമേ എത്തിച്ചു. വന്നപ്പോൾ തന്നെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് കയറിയിരിക്കണതാ. ഏർണസ്റ്റ് അല്ലേ? അത് ഞാൻ പഠിച്ചു കേട്ടോ. അത് ഞാൻ പഠിച്ചു. ഓക്കെ. കൊച്ചിൻ്റെ പേര് ഞാൻ പഠിച്ചിട്ടില്ല. അനീന എന്നും കണ്ട എൻ്റെ പേര് പറഞ്ഞത് അല്ലേ? ചില പേര് ഞാൻ നന്നായിട്ട് പഠിക്കും, ചില പേര് ഞാൻ അത്രയും പഠിക്കില്ല. അപ്പം ഇത്രയും പേരുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നു കേട്ടോ. നിങ്ങളുടെ അച്ഛൻ പറയായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിക്കണേ. ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനെ ഞങ്ങൾ വികാരി അച്ഛനെ വിളിക്കണേ. വികാരി എല്ലാത്തിനും പോകുന്നൊരച്ഛൻ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വികാരിച്ചൻ പറഞ്ഞു രാവിലെ തൊട്ട് മഴയായിരുന്നു വെച്ചാൽ, അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നാളെ വരുമ്പോൾ ആൾക്കാർ കൂടെ ഇരിക്കും അല്ലേ? ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സന്തോഷം. ഞാനുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയോ? തിരുവനന്തപുരം പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലം തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ സ്വാഗത പ്രസംഗം പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി കേട്ടോ. പുള്ളി എഴുതിയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാനത് നോക്കാമായിരുന്നു എന്നിട്ട് എഴുതി കുന്നക്കണേന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൊട്ടടുത്തൊക്കെ മിക്ക പള്ളികളിലും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതൊക്കെ കൃത്യമായിട്ട് പറയും. ഞാനൊക്കെ പണ്ട് എഴുതി പ്രസംഗിച്ച ആളാണ്. എനിക്ക് വലിയ വെളിവില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ നല്ല മനുഷ്യനും കേട്ടോ, നന്നായിട്ട് പറയുകയും ചെയ്തു. സന്തോഷം. താങ്ക് യു കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൊട്ടടുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അങ്കമാലിക്കാരനാണ്.
അപ്പം ഞാൻ പറയുന്ന ചില വാക്കുകൾ ഇവിടെ പച്ച തെറിയാ. ഞാൻ തെറിയായിട്ട് ഇവിടെ കയറി പറയുന്നതല്ല. നിങ്ങൾ ആദ്യമേ ചിന്തിച്ചോളണം, ഞാൻ അങ്കമാലിക്കാരനായതുകൊണ്ടും നിങ്ങൾ തിരുവനന്തപുരംകാരായതുകൊണ്ടും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ചില വാക്കുകളും ചില പദപ്രയോഗങ്ങളും എനിക്ക് അവിടെയും നിങ്ങൾക്ക് ഇവിടെയും തെറിയായിരിക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരം ഭാഗത്ത് ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു വാക്ക്, ആ വാക്ക് ഇപ്പോൾ അധികം പറയാറില്ല, പക്ഷേ ആ വാക്ക് ഞാൻ പറയണ കേട്ടിട്ട് മുമ്പിലിരിക്കുന്ന ഒരു വെല്ലുമിച്ച് ഇങ്ങനെ ചങ്കിലിട്ടിരിക്കുക. ഓഹ് 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 അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് ചങ്കിലെ വേദനയായിരിക്കും കർത്താവെന്ന് വിചാരിച്ചോണ്ടിരിക്കണേ. ഞാൻ താഴെ ഇറങ്ങി ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ വഴി ഇത് ആ സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതിനും മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ളേ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി പറയാ, എൻ്റെ പൊന്നച്ച, ഈ അഴിത്താരയിൽ നിന്നിട്ട് ഈ സ്റ്റേജിൽ നിന്നിട്ട് അച്ഛന് എന്നാ തെറിയായി പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നു, ചില വാക്കുകൾ തെറിയുണ്ടാവും, ചില വാക്കുകൾ തെറിയുണ്ടാവും. പക്ഷെ അച്ഛൻ തെറിയായിട്ട് പറയുന്നതല്ല, എനിക്ക് നാണോ മാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയും. നിങ്ങൾ നല്ല മനസ്സോടെ അത് സ്വീകരിക്കാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യം. എൻ്റെ തനത് ശൈലിയിലെ ഞാൻ പ്രസംഗിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറയുള്ളൂ. അച്ഛൻ്റെ ടോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ 3 ദിവസം അച്ഛൻ്റെ കൂടെ നിങ്ങൾ വരണം. നടന്നു വരണ്ട, അച്ഛൻ സംസാരിക്കുന്നതിലൂടെ കടന്നു വന്നാൽ മതി കേട്ടോ. അപ്പം അതുകൊണ്ട് ആ 3 ദിവസം നിങ്ങൾ കൂടെ ഉണ്ടായാൽ ഞാൻ ഒരു ഉറപ്പ് തരാം, ഞാൻ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ധ്യാനമൊക്കെ ആയതുകൊണ്ട് ഒരു ഹല്ലേലൂയൊക്കെ പറയലുണ്ട്, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിലും ഞാൻ പറയിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ വലതുകരം ഒന്ന് ഉയർത്തി പിടിക്കാമോ? നിങ്ങൾ നന്നായിട്ട് ചെയ്യല്ലേ. ചിലയിടത്തൊക്കെ ചെന്നാൽ എന്നെ കസർത്ത്. എനിക്കറിയാം പലർക്കും ഇവിടെ കോച്ചുവാദം ഉണ്ടെന്ന് കേട്ടോ. ഒന്ന് പൊക്കിയാൽ കുറച്ചും കൂടി ശരിയാവും കേട്ടോ. ഇല്ല, പിന്നിലിരിക്കണ പച്ച സാരി കൊടുത്താൽ വല്യമ്മച്ചിയുടെ കൈ പൊന്തിയിട്ടില്ല കേട്ടോ. പൊന്ത്. എനിക്കത് ഇവിടെ നിന്ന് എല്ലാവരും കാണാം കേട്ടോ. ഈ സൈഡിൽ ഞാനിരിക്കണ്ട കേട്ടോ, അടുത്ത ആളെ തൊട്ട് ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാ. കൈ പൊക്കി പിടിച്ചേ, ഒരു കാലിലേക്ക് പറഞ്ഞേ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഇടത് കാര്യം കൂടി ഒന്ന് ഉയർത്തി പിടിച്ചേ, വലുത് താത്താൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം പലർക്കും ഇവിടെ കോച്ചുവാദം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 കൈയിൽ നിന്ന് സുഖപ്പെടും. ഒന്ന് പൊക്കി പിടിച്ചാൽ കർത്താവിനെ നമ്മൾ സ്തുതിക്കുക. അപ്പോൾ അതുകൊണ്ട് സുഖപ്പെടും കേട്ടോ. ഒന്നൊരു കാലിലേക്ക് പറഞ്ഞേ, ഒന്നും കൂടി ഈശോയെന്നൊന്ന് വിളിച്ചേ. നാണായിട്ടാണ്. ഒന്നുകൂടി വിളിച്ചേ. ഈശോയ്ക്ക് എന്നെ പേടിച്ചിട്ടുണ്ടാവും. ഒന്നുകൂടി വിളിച്ചേ. എന്തൊരു മധുരമായ ശബ്ദം കേട്ടോ. ഒന്നുകൂടി വിളിച്ചേ. താത്തിക്ക്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ. കേട്ടില്ല? ഞങ്ങളുടെ നാട്ടിലത് പറയാറുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല്ല. നമ്മളങ്ങനെയാണോ? ആണോ? അല്ല. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 150 എടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 150 അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ കരഘോഷങ്ങളോടെ തപ്പുകൾ അടിച്ച് സ്തുതിച്ച് പാടി ആരാധിക്കണം എന്ന് പറയണേ. അപ്പം നമ്മളിങ്ങനെ സ്തുതിച്ചാൽ മതിയാവോ? ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞാൽ മതിയാവോ? ഇല്ല. അപ്പം 2 കരം ഉയർത്തി പിടിക്ക്. ഞാൻ ചില കാര്യങ്ങൾ ശരിയാക്കാണ്ട് മുന്നോട്ട് പോകില്ല, അതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. എനിക്ക് ഒരു ഹല്ലേലൂയ പഠിപ്പിച്ചാൽ മതി, അത്രയും സന്തോഷമാണ് ഞാൻ കേട്ടോ. ഇനിയൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞേ, ഇച്ചിരി ശബ്ദത്തിൽ പറഞ്ഞേ. മതി, താങ്ക് യു. ഇരുത്തിക്കോ. നല്ല സുന്ദരമായ പള്ളി കേട്ടോ. ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛാ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഈ 3 ദിവസം എൻ്റെ കൂടെ നിങ്ങളായിരിക്കുക. നമുക്ക് ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാം, കുറച്ചും കൂടിയൊക്കെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താം കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യനാണ് ഞാൻ ആദ്യമേ ചോദിക്കാറ്. എല്ലാ ധ്യാനത്തിനും ചോദിക്കും മിക്കവാറും ആ ചോദ്യം കേട്ടോ. ചോദ്യം ഇങ്ങനെയാണ്, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ ഒന്ന് കൈവക്കേ. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 9, 10. അല്ല അച്ഛന് എക്സെപ്ഷൻ ഉണ്ട്, അച്ഛൻ പൊക്കണ്ട, കുഴപ്പമില്ല. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ, വേറെ ആരും നോക്കിയിട്ടില്ല. അല്ല അച്ഛന്മാർക്ക് എക്സെപ്ഷൻ കൊടുക്കാറുണ്ട്, അത് പോട്ടെ. നിങ്ങളുടെ കാര്യം പറ. ഞാൻ ഇവിടെ ട്യൂബ് എണ്ണിക്കൊണ്ടിരിക്കുക, പറ പോകട്ടെ. ഒരെണ്ണം പോലും പോണില്ലേ? ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ കൊയറ് ഇല്ല. ഓക്കെ, നിങ്ങൾ ആരും പോണില്ല, ഒരെണ്ണെങ്കിലും. നാണമുണ്ടോ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ.
നാണമുണ്ടോ? നാണമുണ്ടോ? ഇല്ല. താങ്ക് യു. ഓക്കെ. ഇച്ചിരി ഉളുപ്പ് ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ പോയതിൽ ഏറ്റവും തരികടകൾ അവിടെ ഇരിക്കണേ കേട്ടോ. പക്ഷേ ഞാൻ പറയാ, ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള സ്ഥലം ഇതെന്നറിയോ? തിരുവനന്തപുരമാണ് കേട്ടോ. എൻ്റെ നാട് അങ്കമാലി ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള സ്ഥലം തിരുവനന്തപുരം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എല്ലാ മാസത്തിലും ഇപ്പം അടുത്ത ആഴ്ച ഞാൻ കണ്ണൂർക്ക് പോകും, ധ്യാനമുണ്ട്. അതിൻ്റെ പിന്നത്തെ ആഴ്ച പിന്നെയും തിരുവനന്തപുരമുണ്ട്. അതിൻ്റെ പിന്നത്തെ ആഴ്ച പിന്നെയും തിരുവനന്തപുരമുണ്ട്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം തിരുവനന്തപുരം വരും ധ്യാനത്തിനായിട്ട് കേട്ടോ. അപ്പം അത്രയും ധ്യാനിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരംകാരൊക്കെ നല്ലവരാന്നാണ് എൻ്റെ വെപ്പ്, അല്ലേ? ഓ കേട്ടു കേട്ടോ. സ്വർഗത്തിൽ പോലെറ്റണം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിടവേ. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കാര്യം ഈ CSI സഭയിലെ ഈ കാറ്റഗിസം വേദപാഠം എന്ന് പറയുന്നത് 1ാം ക്ലാസ് തുടങ്ങി പിന്നെ ലൈഫ് ലോങ് ആണെന്ന് പറയണേ, അല്ലേ? CC അടഞ്ഞ് തീരാറായാലും കാറ്റഗിസം പഠിച്ച് തീരില്ല. അതുപോലെയാണ് CC അടഞ്ഞ് തീരാറായി എന്ന് മനസ്സിലായോ? പ്രായമായി എന്ന് പറഞ്ഞാലും കാറ്റഗിസം പഠിപ്പിക്കൽ തീരില്ല എന്ന്. അതുപോലെ നിങ്ങൾ പഠിച്ചു വിട്ടുണ്ട്. ഇടവ ഈ 1ാം ക്ലാസ്സിലെ കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നപ്പോൾ ഇത് നീ എത്രയില്ല? നീല 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 എത്രയില്ല? 6. യു സ്റ്റാൻഡപ്പ്. ഈ മോനെ 1ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേര് ഓർമ്മയുണ്ടോ? എന്നിട്ട് അതിൻ്റെ പേര് ഏത്? ഷീബ് ടീച്ചറാ? ഓ ഭാഗ്യം. ആ ഷീബ് ടീച്ചർ എന്താ പഠിപ്പിച്ചേ? മക്കളിങ്ങനെ വട്ടിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ എവിടെ പോകണം? കുന്തം മെഴുകലേക്ക സാധനം. എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെ പഠിച്ചു. മോൻ്റെ മുത്തിൻ്റെ പേരെന്നാ? മുത്തിൻ്റെ പേരെന്നാ? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? ഐവിൻ. സുന്ദരനാട്ടോ. ഐവിനെ 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. എവിടെ പോകാനുള്ള വഴിയാ? എവിടെ പോകാനുള്ള വഴിയാ? നിനക്ക് നാണോയോ? അതെ, എൻ്റെ കൊച്ചു പറയും. നീ ഇരുന്നോ, ഐവിൻ ഇരുന്നോ. മുത്തി എഴുന്നേറ്റേ. മുത്തിൻ്റെ പേരെന്നാ? അവിന. അവിന. സൂപ്പർ പേരാട്ടോ. എന്നെ പേരാടാ ഇതോ. അവിനെ. അവിന എത്രാം ക്ലാസ്സിലായി? 3ാം ക്ലാസ്സിലായി. 1ാം ക്ലാസ് തൊട്ട് ചെന്നിരുന്നപ്പോൾ ടീച്ചർ എന്താ പഠിപ്പിച്ച? എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. സ്വർഗീയ പിതാവിൻ്റെ മുഖം കാണണം നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത് മുഴുവൻ. നമ്മളൊക്കെ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളും അച്ഛനും ഒക്കെ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ 1ാം ക്ലാസ് തൊട്ട് 3ാം ക്ലാസ് വരെ അവിന. ഇവിടെ പലതിരിപ്പുണ്ട്. പലതും നരച്ചു ഇല്ല, പോട്ടെ. പലതും പ്രായമായി, പോട്ടെ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത്ര വർഷം പഠിച്ചിട്ടും നമ്മളെങ്ങോട്ട് പോകാറായിട്ടില്ല. കേട്ടില്ല? കേട്ടില്ല? എൻ്റെ അവിന മോളിരിക്കി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പിന്നെ നാണുണ്ടെന്ന് ചോദിച്ചതിന് കാര്യമില്ലേ? ഞാൻ അറിഞ്ഞെടുത്തോളം ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കൺവെൻഷൻ കൂടുന്നത്, ധ്യാനം കൂടുന്നത് ആരെന്നറിയോ? CSI സഭയിലാണ്. ഞാൻ പലയിടത്തും പോയി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തും മലങ്കര പോയിട്ടുണ്ട്, ഓർത്തഡോക്സ് ധ്യാനത്തിന് ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്, ലാറ്റിൻ പോയിട്ടുണ്ട്, സുറിയാനി, കല്ലുതായ, ബ്രദറിൻ്റെ സമൂഹങ്ങൾ, ഇഷ്ടം പോലെ സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ധ്യാനം കൂടുന്നവർ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ആരെന്നറിയോ? CSI സഭയിലാ. അഭിമാനിക്കണം കേട്ടോ. എത്ര ധ്യാനം ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം സഭാദിനത്തിൻ്റെ ഒരു ധ്യാനം അല്ല, കൺവെൻഷൻ തീർന്നില്ലേ? അല്ല, കൺവെൻഷൻ തീർന്നില്ലേ? ആരെ ധ്യാനിപ്പിച്ചേ? ആരെ പ്രസംഗിച്ചേ? കുന്തം മെഴുകലിരിക്കുക. പുള്ളിയുടെ പേരും മറന്നു. ഈ അച്ഛൻ മാത്രം ഉത്തരം പറയുള്ളൂ. അച്ഛൻ വേണ്ടണ്ട അച്ഛാ, ഇവർ പറയട്ടെ. നിങ്ങൾ പറ. പ്രസംഗിച്ച അച്ഛൻ്റെ പേരെന്നിട്ടാ? സുബ്രഹ്മണ്യനോ? പച്ച. യു സ്റ്റാൻഡപ്പ്. ചേച്ചി ഉള്ളി പച്ച. യു സ്റ്റാൻഡപ്പ്. സുനിൽ. സുനിൽ മേരി ജോണോ? ഒരച്ഛനാണോ? ഇനിയൊന്നുമില്ല, എനിക്കൊന്നുമേ കേൾക്കണ്ട കേട്ടോ. അച്ഛനാന്ന് കേട്ടാ പിന്നെ തീർന്നു. ഓ എന്നെ പേരടാ. ഓ എൻ്റെ ഒക്കെ പേരുണ്ടല്ലോ, ജീനു. ഓ ദാരിദ്ര്യം. ഓ
പോട്ടെ. സുനിൽ മേരി ജോൺ എന്നാ പേര്? എനിക്ക് ഈ പേരൊക്കെ കേൾക്കുമ്പേ അച്ഛൻ്റെ ശരിക്കും പേരുന്നുട്ടാ അത്രേ ഉള്ളൂ തന്നില്ല. അച്ഛൻ്റെ പേര് ഞാൻ വായിച്ചു. നിങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ വലിയ പേരുകളാണ് കേട്ടോ. എനിക്ക് എൻ്റെ പേരായിട്ടില്ല, ജിനു. ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റമാണ്. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചോണ്ട് ഒരിക്കൽ, എൻ്റെ അപ്പ ഒരു നല്ല പേരൊക്കെ എനിക്ക് ഇടാറുന്നില്ലേ? എൻ്റെ അപ്പം പറഞ്ഞ ഒരു റീസൺ ഉണ്ട് കേട്ടോ അതിന്. നിങ്ങളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കണ വീട്ടിലെ ചേട്ടൻ്റെ പേര് ഏണസ്റ്റ്. എന്നെ പേരുടെ അല്ല, ഞാൻ സത്യം കഴിഞ്ഞ ദിവസം ഒരു ചക്കൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൻ പറയാം മാക്സിമൂസ്. ഞാൻ അത്ഭുതത്തോടെ നോക്കിയെന്നുണ്ട് ഇങ്ങനത്തെ പേരുകളൊക്കെ കാണുമ്പോൾ. എൻ്റെ പേര് എന്നിട്ട് ജിനു. ഞാൻ എൻ്റെ അപ്പനോട് ഒരു ദിവസം ചോദിച്ചു, എൻ്റെ അപ്പ ഒരു നല്ല പേരൊക്കെ ഇടാറുന്നില്ലേ? അപ്പോൾ ഈ പുള്ളി എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ചേട്ടൻ ഡിസംബർ 25 ജനിച്ചതാ. അപ്പോൾ ഡിസംബർ 25 ജനിച്ചതായതുകൊണ്ട് എൻ്റെ അപ്പന് ഇഷ്ടം എൻ്റെ ചേട്ടന് ക്രിസ്റ്റഫർ എന്ന് പേരിടാനായിരുന്നു. ക്രിസ്റ്റഫർ ഒന്ന് പറഞ്ഞേ. ക്രിസ്റ്റഫർ. അപ്പന് ഈ മൂത്ത പുത്രനായതുകൊണ്ട് അപ്പൻ ഈ പേരും പിടിച്ചുകൊണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് നിന്നു. അതായത് അപ്പൻ്റെ അപ്പൻ, എൻ്റെ അപ്പൂപ്പൻ അപ്പൻ്റെ അടുത്ത് നിന്നു. അപ്പൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അപ്പൂപ്പൻ ചോദിച്ചു, ഡാ കൊച്ചിനൊന്നിട്ട പേര് പറഞ്ഞേ. അപ്പം അപ്പം പറഞ്ഞു, അപ്പം അവൻ ഡിസംബർ 25 ജനിച്ചല്ലേ, അതുകൊണ്ട് ക്രിസ്റ്റഫർ എന്നിട്ടാലോ. അപ്പം എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ മൊത്തം വെപ്പല്ല, ഇവിടെ മൊത്തം വെപ്പല്ല. നിങ്ങൾ ക്രിസ്റ്റഫർ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഫർ എന്ന് പറഞ്ഞു നോക്കിയേ. ഈ ഫർ എന്ന് പറയുമ്പോൾ പല്ലുമ അടിക്കും കാറ്റ്. പുള്ളിയോട് പറഞ്ഞു, അപ്പം ക്രിസ്റ്റഫർ എന്നിട്ടാലോ. അപ്പം എൻ്റെ അപ്പൂപ്പ എന്ന് പറഞ്ഞു നോക്കി, ക്രിസ്റ്റഫർ. അത് വേണ്ടടാ പൗലോസേ. അപ്പം അപ്പൂപ്പൻ ചോദിച്ചു, അപ്പൂപ്പനോട് അപ്പൻ ചോദിച്ചു, അന്ന് അപ്പം പറ ഒരു പേര്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റോ, ഏറ്റവും ടോപ്പസ്റ്റ് ലെവൽ. എൻ്റെ അപ്പൂപ്പൻ എൻ്റെ ചേട്ടനൊരു പേരിട്ടു. എന്തുട്ടാ പേരെന്നറിയോ? ബിനു. ബിനു. രണ്ടാമത് ഒരെണ്ണം വന്നു ഞാൻ. എന്തുട്ടാന്നറിയോ? എന്തുട്ടാ? ജിനു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് പെണ്ണാ. എന്തുട്ടാ പേര്? ജിനി. ഒരു വ്യത്യാസമില്ല. അങ്ങനെയെങ്കിലും നിങ്ങൾ എൻ്റെ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞേ. എന്നിട്ടിപ്പോൾ എൻ്റെ പേര് പഠിച്ചാ? എന്തുട്ടാ? ജിനു. നിങ്ങളോട് ചോദിക്കും ആര് വന്ന പ്രസംഗിച്ച, ഏത് ബോധമില്ലാത്തവനെ വന്ന പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഒരു ജിനു അച്ഛനെ വന്നേക്കണമെന്ന് പറഞ്ഞോളാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പറഞ്ഞേ. പക്ഷെ കാര്യസത്യ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര ധ്യാനം കൂടുന്നവരാണെന്നറിയോ നമ്മൾ CSIയിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയതേ. ഇതിപ്പോൾ ഏതിൻ്റെ കൺവെൻഷനാ? സൺഡേ സ്കൂൾ കൺവെൻഷൻ, സഭാദിന കൺവെൻഷൻ, യുവജന സംഘത്തിൻ്റെ കൺവെൻഷൻ, മാതൃസംഘത്തിൻ്റെ സ്ത്രീജനങ്ങളുടെ കൺവെൻഷൻ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ, ഏതാ മഹായിടവക LMS കൺവെൻഷൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഈ കുട്ടികളുടെ തിരുവാല സംഘത്തിൻ്റെ കൺവെൻഷൻ ഇല്ലേ? അതിവിടെ ഇല്ലേ? ഉണ്ടോ? ബാലജന യുവജന സംഘമൊക്കെ ഒരുമിച്ച് അതിൻ്റെ കൺവെൻഷൻ, ഏരിയ കൺവെൻഷൻ. ഇനിയും കൂടി കർത്താവേ, 8 ഏതൊന്ന് വാർഡ് കൺവെൻഷൻ ഉണ്ടോ? 9 കൺവെൻഷൻ. എടാ ഇതൊക്കെ കൂട്ടിയിട്ട് നീ നന്നായാ ഇല്ലന്ന് എന്നെ കർത്താവേ. 9 കൺവെൻഷൻ. ഇനിയുണ്ടച്ചാ മെൻസിബിൾ. 10 കൺവെൻഷൻ കൂടുന്നവരാ നിങ്ങൾ. 10 കൺവെൻഷൻ ഒരു വർഷത്തില്. എൻ്റെ ഒക്കെ പള്ളിയിൽ ഒരു കൺവെൻഷനുള്ളൂ, 3 ദിവസം. 10 കൺവെൻഷൻ കൂടിയിട്ടും പറയാ നമ്മള്. അതേ ചോദിച്ചേ, നാണമുണ്ടോ? ഈയിടെ നമുക്കറിയാം എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന്. പക്ഷെ ജീവിക്കോ? നമുക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, അല്ലേ? എങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് നമുക്കറിയാം. പക്ഷെ ജീവിക്കോ? ഉത്തരം പറ. ജീവിക്കോ? ഇല്ല. കറക്റ്റാ. അതേ ഞാൻ ആദ്യമേ പറഞ്ഞ, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തടവ് പുള്ളി ഉള്ളത് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കാ? നമുക്കാ. അഭിമാനിക്കണം കേട്ടോ, അഭിമാനിക്കണം. നിങ്ങളൊന്ന് വേറെ ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും കൂടുതൽ അഗതിമന്ദനങ്ങളുള്ളത് ആർക്കാ? നമുക്കാ. പറയുമ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ആണ് സന്തോഷം.
ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകളുള്ളത് ആർക്കാ? നമുക്കാ. എനിക്കില്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അതാണ് നിങ്ങളുടെ കാര്യം മാത്രം കേട്ടോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. എടവൈ നമ്മൾ ഈ 10 കൺവെൻഷനും കൂടുന്നുണ്ട്, വചനമൊക്കെ വായിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും. ഞാൻ സാധാരണ ഏത് സ്ഥലത്ത് പോയാലും CSI സഭയുടെ പ്രാർത്ഥനാ ശൈലിനെ കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ട്. അത് പുകഴ്ത്തി പറയുന്നതല്ല, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത്, നിങ്ങൾ വചനം വായിക്കുന്നത്, എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളത് നിങ്ങളോട് എന്താണെന്നറിയോ? നിങ്ങൾ പള്ളി വരുമ്പോൾ ആ സത്യവേദ പുസ്തകം കൊണ്ടുവരും. അത് സമ്മതിക്കണം കേട്ടോ. ഞങ്ങളുടെ ഒന്നും ഒറ്റ ഇടാൻ ബൈബിൾ കൊണ്ടിരില്ല. ഇപ്പം ഇടയ്ക്കൊക്കെ കൊണ്ടുവരും ചില ഇച്ചിരി വിശ്വാസമുള്ള എത്ര പറഞ്ഞാലും കൊണ്ടിരില്ല. പക്ഷെ നിങ്ങളത് കൊണ്ടുവരും, എങ്ങനെയാണെങ്കിലും കൊണ്ടുവരും. സത്യവേദ പുസ്തകം കൈ പിടിക്കുന്നുണ്ട്, 10 ധ്യാനം കൂടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബൈബിൾ വായനയോട് വായന, വചന വായനയോട് വായന. ഇപ്പോഴും വന്നിരിക്കുക ഒരു പൊട്ടൻ്റെ പ്രസംഗം കേൾക്കാൻ. ഓരോരുത്തന്മാർ പറയുന്നുണ്ട്, അച്ഛൻ പറ കേക്കട്ടെ, അച്ഛൻ പറ കേക്കട്ടെ, അച്ഛൻ പറ കേക്കട്ടെ. ഈ കേക്കല് മാത്രമേ നമുക്ക് ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? എനിക്കറിയാം നിങ്ങൾ നല്ലവനാന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ. ആഫ്രിക്കയിലൊരു പള്ളിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. എനിക്കറിയാം നിങ്ങൾ നല്ലവരാ, നിങ്ങൾ വിശുദ്ധനാണ് കേട്ടോ. ഒരു നന്മ മാത്രം, സത്യവേദ പുസ്തകം പറയുന്നത് പോയിട്ട് ഒരു ലെവലേശം മാറി ചിന്തിക്കാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ സ്വർഗത്തിൽ പോവില്ല. ഇതീ വെച്ചിട്ട് അച്ഛൻ തുടങ്ങണം കേട്ടോ. അച്ഛൻ്റെ ആഗ്രഹം എന്നറിയോ? ഒരാളെങ്കിലും നന്നായാൽ മതി. എല്ലാവരും നന്നായി അച്ഛന് ഹാപ്പി. ഒരാളെങ്കിലും ദൈവമേ ആ ബോധമില്ലാത്തത് പറഞ്ഞല്ലേ അന്നൊന്ന് കേട്ടേക്കാം എന്ന് വിചാരിച്ചു ഒരു കാര്യം ഒന്ന് ശരിയാക്കിയ അച്ഛൻ ഹാപ്പി കേട്ടോ. നമ്മുടെയൊക്കെ കുഴപ്പമെന്നറിയോ? നമുക്കറിയാം ക്ഷമിക്കണമെന്ന്, പക്ഷെ നമ്മൾ ക്ഷമിക്കോ? നമുക്കറിയാം ക്ഷമിക്കണമെന്ന്, പക്ഷെ നമ്മൾ ക്ഷമിക്കോ? കേട്ടില്ല? ഞാനൊരു പൊട്ടനാ, ഇച്ചിരി ശബ്ദത്തിൽ പറ. ഇല്ല, ക്ഷമിക്കാൻ പറ്റില്ലേ? നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ ഇപ്പോഴും ഇത്രയും വചനം കേട്ടിട്ട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓർത്തൊക്കെ കാൽവരി യാഗത്തില് ആ ക്രിസ്തു അവസാനമായിട്ട് ആ 3 ആളുകളിൽ കിടക്കുമ്പോൾ ഈശോനാഥൻ പറയുന്നുണ്ട്, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല, ഇവരോട് ക്ഷമിക്കണേ. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? എന്താ പ്രാർത്ഥിക്കണേ? പ്രാർത്ഥനയൊക്കെ ഭയങ്കര പ്രാർത്ഥിക്കാൻ വേറെ എന്ത് വേണം? നമ്മളൊക്കെ പ്രാർത്ഥനയിൽ അഗ്രഗണ്യര, പക്ഷെ ജീവിതത്തിലുണ്ടോ? അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു വെച്ച പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്, നിരർത്ഥകമാണെന്ന് പറയണേ. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിരർത്ഥകമാണ്. നമ്മൾ ഈ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? കേട്ടില്ല? എനിക്ക് ഉത്തരം കിട്ടണം. പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? പ്രാർത്ഥിക്കണം, അതിനോടൊപ്പം നിന്റെ പ്രവൃത്തി കൂടി ശരിയാക്കിയാലാണ് നിനക്ക് നിന്റെ തമ്പുരാന്റെ മുഖം കാണാൻ പറ്റുള്ളൂ. ആ വലതുകരം ഉയർത്തിയൊരു കാലില്ലേ പറഞ്ഞേ? എൻ്റെ കർത്താവേ ദാരിദ്ര്യം. ഒന്നുകൂടി പറഞ്ഞേ, ഒന്നും കൂടി താഴത്ത്. ഈ കൊച്ചു ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പിടിച്ചേനെ കേട്ടോ. ഞാനൊരു സിമ്പിൾ ഉദാഹരണം കാണിക്കാം. എന്തിനാ കരക്ക് ഉയർത്തി പ്രാർത്ഥിക്കണേ? എന്തിനാ കര ഉയർത്തി പ്രാർത്ഥിക്കണേ? നമ്മുടെ പൂർവികരൊക്കെ ഇങ്ങനെ കരങ്ങളെ വിരിച്ചു പിടിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചവരാ അല്ലേ? ആ പ്രാർത്ഥന ശൈലിയൊക്കെ ഇന്ന് നമുക്കുണ്ടോ? ഇല്ല. നമ്മുടെ ഈ CC അടച്ച് തീരാറായ പലതിനോടും ചോദിച്ചു നോക്കിക്കോ. അതങ്ങളൊക്കെ കണ്ണീരോടെ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കതിന് നിങ്ങൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. CSI സഭയിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ചിലങ്ങളിരുന്ന് ഇങ്ങനെ കരയും, മുട്ടുകുത്തിന്ന് കരം പിടിച്ചിട്ട് കരം കൂപ്പി പിടിച്ച് ഇങ്ങനെ കരയണ കാണാം. ഞാനിങ്ങനെ നമ്മുടെ ചൂരക്കുഴി പള്ളിയിൽ, ഇവിടെ അരുണച്ചൻ്റെ ചൂരക്കുഴി പള്ളി അരുണച്ചൻ്റെ പള്ളിയാണ്. അപ്പോൾ ആ അരുണച്ചൻ്റെ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു 3 ദിവസം ചൂരക്കുഴി. അവിടെ ഞാൻ അരുണച്ചൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പം അച്ഛൻ ഒരു ദിവസം എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. എൻ്റെ ദൈവമേ എന്തൊരു പ്രാർത്ഥനയെന്നറിയോ? എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി ആ കുടുംബത്തോട്. കരഞ്ഞാ പ്രാർത്ഥിക്കണേ,
കരഞ്ഞാ പ്രാർത്ഥിക്കണേ. എനിക്കത് ആ കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ നിങ്ങൾ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതുണ്ടോ? ആ കരച്ചിലുണ്ടോ? ഇല്ല. ഉണ്ട്, എനിക്കറിയാം, ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും. നല്ല കാര്യം കേട്ടോ. ഒരു ചേട്ടൻ പറഞ്ഞ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന്. ഈ പിള്ളേരൊക്കെ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതുണ്ടാവട്ടെ. പക്ഷേ നിങ്ങൾ ഓർത്തൊക്കെ പണ്ടത്തെ കാരണവന്മാരുടെ അത്രയും നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ പ്രശ്നങ്ങളതാ. ഒരു സിമ്പിൾ ഉദാഹരണം കാണിച്ചുതരാം. നമ്മളിതിൽ ഈ കരങ്ങളൊക്കെ ഉയർത്തി പ്രാർത്ഥിക്കണതിനാ? ശബ്ദത്തിൽ പ്രാർത്ഥിക്കണതിനാ? എൻ്റെ കൊച്ചു മാത്രമേ ഏറ്റവും ചെറുതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളതിൽ. അത് കിടന്നുറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പിടിക്കായിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 1ാം ക്ലാസ്സിൽ 2 3 ഇനി ഇതുള്ളൂ. പൊങ്ങ്. നീ പൊങ്ങ്. മുത്ത് പൊങ്ങിക്കോ. മുത്തിൻ്റെ പേരെന്നാ? അഭിനവ്. അഫിനവ്. എന്ന പേരടാ വൈ. നിന്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ടോ? നല്ല ആളാ, കിട്ടി കൃത്യമായിട്ട്. ഓക്കെ. ഷെർലിൻ ചേട്ടനല്ലേ? ഷെർലാൽ. ഓക്കെ, ഷെർലിൻ ചേട്ടൻ ഒന്ന് എഴുന്നേറ്റേക്കാ. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു ചെറിയ പ്രായത്തിൽ നിന്റെ അമ്മ വന്നിട്ടുണ്ടോ? സ്റ്റാൻഡപ്പ്. ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന കേട്ടോ. ഓക്കെ, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരോട് ചോദിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ കുറച്ചും കൂടി ചെറിയ പ്രായത്തിൽ ഇവൻ ഓടി വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടി ചെറിയ പ്രായത്തിൽ ഓടി വന്നിട്ട് 2 കരം നീട്ടിയിട്ട് അമ്മേന്ന് വിളിക്കുക. ന്യൂ ജനറേഷൻ അമ്മയായതുകൊണ്ട് ഉത്തരം പറയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്താണെന്നറിയാൻ പാടില്ല. എന്നാലും ഞാൻ ചോദിക്കുക, 2 കരം നീട്ടിയിട്ട് അമ്മേന്ന് വിളിക്കുക. എന്ത് ചെയ്യും എൻ്റെ സഹോദരി? കുന്തമിണിങ്ങളുടെ ഉത്തരം പറ. എടുക്കും. ശരിയല്ല ചേട്ടാ, എടുക്കും. ഞാൻ അങ്ങോട്ട് വിട്ടത് രക്ഷപ്പെടാൻ വേണ്ടി ആയിരുന്നോ? കുഴപ്പമില്ല. ഇവിടെ ചോദ്യം ചോദിച്ചേക്കാം. കൊച്ചെടുക്കാൻ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടുത്തേ? കൈ പൊക്കുമ്പോൾ അറിയാം എടുക്കാനാന്ന്. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങൾ 2 കരം ഉയർത്തിയിട്ട് ഈശോ എന്ന് വിളിച്ചാൽ ആ ഈശോ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഈശോ നിങ്ങൾ എന്ത് ചെയ്യും? എടുക്കും. നിങ്ങൾക്ക് ഈശോയുടെ ഒക്കത്തിരിക്കണമെങ്കിൽ ഞാൻ പറയും 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. 2 കരം ഉയർത്തി പിടിച്ചേ. ഒരു കാലല്ലേ പറഞ്ഞേ? ഈശോയുടെ ഒക്കത്തിരിക്കണം, അങ്ങനെ വിളിക്കണം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞേ, ഈശോയെ എന്നൊന്ന് വിളിച്ചേ, ഈശോപ്പാന്ന് വിളിച്ചേ. ഇങ്ങനെ വിളിച്ച കർത്താവ് മിക്കാറും കേൾക്കും കേട്ടോ. ഇനി ആ കാര്യം താത്തേക്ക് ഞാൻ അതുപോലെ തന്നെ സിമ്പിളായിട്ട് വേറെ ചോദിച്ചോട്ടെ. ഈ കൊച്ചി കരങ്ങളൊന്നും പൊക്കണില്ല, വെറുതെ ഇങ്ങനെ കൈ കെട്ടി വിളിക്കുക, അമ്മേന്ന് വിളിക്കുക. അപ്പം എടുക്കോ? എന്തേ? കൈ പൊക്കിയാലും എടുക്കോളൂ? നിന്റെ ഒക്കെ ഒരു വിധി. എനിക്ക് എന്നെ സഹോദരി ഇരുന്നോ? നിങ്ങൾ സിമ്പിൾ ഒരു ജസ്റ്ററാണത്. നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ചെറിയൊരു കാര്യമാണത്. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മുടെയൊക്കെ കാരണവന്മാർ 2 കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചവരാ. അവരുടെ സങ്കടങ്ങൾ വന്നപ്പോൾ, അവരുടെ വേദനകൾ വന്നപ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവരാ. ഞാൻ എപ്പോഴും പറയും, മുട്ട് പൊട്ടി പ്രാർത്ഥിച്ചവരാ. നമുക്കിപ്പോൾ ക്ഷീണം, മുട്ടിന് ക്ഷീണം, മേലിന് ക്ഷീണം, കൈക്ക് കേട്ടില്ല ക്ഷീണം. ചിലരോട് ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ ചിലർ പറയണമെന്നറിയോ? അല്ലേലും വയ്യ. എൻ്റെ പൊന്നച്ച, അല്ലേലും വയ്യ, ഒന്നിനും വയ്യ നമുക്ക് കേട്ടോ. അപ്പൊ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് എന്ത് പറയും? എനിക്കും വയ്യ. അതാ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇപ്പൊ പ്രശ്നം. ഞാൻ എപ്പോഴും പറയും, മോശയെ പോലെ കരങ്ങൾ ഉയർത്തുന്ന 2 പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ വേദനിക്കോ? ഇല്ല. മോശയെ പോലെ കരങ്ങൾ ഉയർത്തുന്ന ഒരാൾ മതി നിങ്ങളുടെ വീട്ടില്, ഒരാള്. അതിന് നേരമുണ്ടോ? എവിടെ? നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾ മോശയെ പോലെയല്ല, മോശയെ അഹറോനെ പോലെ 2 കരങ്ങൾ പൊന്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷെ നിങ്ങളെക്കുറിച്ചല്ല. ഒന്ന് ചിന്തിച്ചു നോക്കേ, മോശയെ പോലെ ഒരാൾ കരങ്ങൾ ഉയർത്തിയാൽ മതി, നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടേനെ. പക്ഷെ നമ്മുടെ കുടുംബം ഇപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടോ? മിണ്ടണ്ട. ഞാനൊരു ചോദ്യം ഒന്നും കൂടി ചോദിച്ചോട്ടെ. കണക്ക് കൂട്ടിയ പോലെ ഒരു ലൈഫ് കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ?
വേണ്ട, ആ പ്രശ്നമാവും, ആകെ പ്രശ്നം. കണക്ക് കൂട്ടിയ പോലെ ഒരു ലൈഫ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ പ്ലാൻ ചെയ്തതുപോലെ, ഞാൻ ഉദ്ദേശിച്ച പോലെ ലൈഫാണോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്? ആണോ? ആണോ? മിണ്ടല്ല കർത്താവേ, അത് നല്ല സാങ്ഷനാണ്. കാരണം കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. കാരണം ആരെങ്കിലും പറയാണ് അച്ഛാ കണക്ക് കൂട്ടിയ ഒരു ഭർത്താവല്ല കിട്ടിയ, തീർന്നു, പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല. അച്ഛാ കണക്ക് കൂട്ടിയ ഒരു ഭാര്യയില്ല കിട്ടിയ, തീർന്നു. ശരിയല്ലേ? ഉദ്ദേശിച്ച പോലെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയേ. ഒരു ചേച്ചി ഇങ്ങനെ തന്നെ ഇരിക്കുക. ആ ചേട്ടനാണെങ്കിൽ ആ ചേച്ചിനെ നോക്കണം, ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണത്. നമ്മൾ കണക്ക് കൂട്ടിയ പോലെയൊന്നല്ല നമ്മുടെ ലൈഫ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നറിയോ, നിന്റെ കണക്ക് കൂട്ടലുകളെക്കാളും ഒക്കെ അപ്പുറം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എപ്പോഴും ഓർക്കണം ജീവിതത്തിൽ. നീ കണക്ക് കൂട്ടിയതിന് അപ്പുറം തപ്പുറം തരും. പക്ഷെ നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം. ഈ ലാസറിൻ്റെ വീട്ടിലേക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ലാസറിൻ്റെ വീട്ടിലേക്ക് ഈശോനാഥൻ ചെല്ലാണ്. ലാസറിൻ്റെ സഹോദരിമാരുടെ പേരെന്തൊക്കെയായിരുന്നു? മർത്ത, മറിയം. ലാസറിൻ്റെ വീട്ടിലേക്ക് ഈശോനാഥൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോയുടെ അടുത്തിരുന്നത് ആരാ? മറിയാണോ? മർത്തയല്ലേ? അല്ല, മറിയാണോ? ഓക്കെ, സാങ്ഷൻ കേട്ടോ. ഓക്കെ, മറിയാണ് ഇരുന്നേ. ഈ മറിയം ഈശോയുടെ അടുത്തിരുന്നു. മർത്ത എന്ത് ചെയ്തു? ബൈബിളാണ് ഈ പറയണേ, പറഞ്ഞോ. ആ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ആ വിചാരമുള്ളവളായിരുന്നു. വെച്ചാൽ വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയായിരുന്നു. എന്നിട്ട് ഈ മർത്ത പോയിട്ട് ഈശോയുടെ പോയിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഈശോയെ, ആ മറിയത്തെ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞയക്കണം. വീട്ടിൽ ജോലി കിടക്കാണ്. ഈശോ ആണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പുള്ളിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണ്ടേ? നല്ല ഭക്ഷണം വെച്ചു കൊടുക്കണം. ഇതൊക്കെ ചെയ്യണം. ആ മറിയത്തെ ഇങ്ങോട്ട് വിടണം. ഈശോയുടെ ഡയലോഗ് എന്തായിരുന്നു? മർത്ത, മർത്ത, നീ എന്നിട്ട് കേട്ടില്ല. മർത്ത, മർത്ത, നീ പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയും എന്താണ്? നീ പലവിധ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടും. ഞങ്ങളുടെ POC ബൈബിളിൽ പറഞ്ഞു വെക്കണമെങ്കിൽ അറിയോ? മർത്ത, മർത്ത, നീ പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമാണ്. പക്ഷെ നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. നീ എൻ്റെ അടുത്തിരുന്നാൽ മതി. മറിയം ചെയ്തതായിരുന്നു, ഈശോയുടെ അടുത്തിരുന്നു. എനിക്ക് നിങ്ങളോട് പറയുന്നറിയോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഉത്കണ്ഠകളുണ്ട്, ഒത്തിരി ആകുലതകളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളുടെ നടുവിലും നീ ഓർക്കുക, ഈശോയുടെ അടുത്തിരിക്കാൻ നിനക്ക് സമയമുണ്ടോ? നീ രക്ഷപ്പെടും. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈശോയുടെ അടുത്തിരിക്കാൻ നിനക്ക് നേരമുണ്ടോ? നീ രക്ഷപ്പെടും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, ഈശോയുടെ അടുത്ത് നീ ഇരുന്ന് രക്ഷപ്പെടും. വേറെ ഒന്നും നീ ചെയ്യണ്ട ജീവിതത്തിൽ. നിനക്ക് കടബാധ്യതകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, ആകുലതകൾ ഉണ്ടാകാം, എന്തുണ്ടായിക്കോട്ടെ. പക്ഷെ ഈശോയുടെ അടുത്ത് നീ ഇരിക്കണം. നീ ഇരുന്ന നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ ജീവിതം രക്ഷപ്പെടും, നിന്റെ കുടുംബത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ മുഴുവൻ തമ്പുരാൻ തരും. നമ്മൾ പാടാറില്ലേ, അക്കരയ്ക്കു യാത്ര ചെയ്യും. കയ്യൊക്കെ കൊട്ടോ. കാറ്റിനെയും കടലിനെയും മതി. പാട്ട് കൊള്ളാം, കയ്യടിയും കൂടി സൂപ്പറായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ പറഞ്ഞു തരുന്നറിയോ, നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കേ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കേസ് ആർക്കാന്നറിയോ? നമുക്ക് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ എന്തോ ഒരു സൂയിസൈഡ് ചെയ്യണമെന്നറിയോ?
എത്ര കുട്ടികളാന്ന് പറയും കൗൺസിലിങ്ങിന് കൊണ്ടുവരണേ. വിവാഹ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് നിരാശ, ഡിവോഴ്സ് വേണം. ഇന്ന് ഏറ്റവും കൂടുതൽ നിരാശയും ഭയമുള്ളതാർക്കാ? നമുക്കെന്നാ പറയണേ, ഞാനും കൂടി ചേർത്ത് വെച്ചിട്ട് പറയണേ, നമുക്കാ. നമ്മൾ പറയാ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും ആ നിയന്ത്രിക്കാൻ കഴിവുള്ള പടവിലുണ്ടെന്ന്. എന്നിട്ടൊരു പ്രശ്നം വരുമ്പോഴാ ആരുമില്ല, ഒറ്റയ്ക്കാ. ഇന്ന് വന്നപ്പോ തന്നെ ട്രെയിനിൽ ഇരുന്നൊരു കൊച്ചു വിളിച്ചേക്കാ, അച്ഛാ ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട. എന്തേടി? എനിക്ക് ജീവിക്കണ്ടെന്ന്. എന്തിയെ? എനിക്ക് ആരുമില്ല. ഞാൻ പറഞ്ഞ മോളെ ദൈവം ഉണ്ടടി. എനിക്കാരുമില്ല. ഞാൻ പറഞ്ഞ മോളെ ദൈവം ഉണ്ടടി. എനിക്കാരുമില്ല. ഞാൻ പറഞ്ഞ മോളെ ദൈവം ഉണ്ടടി. ഇതിൻ്റെ കൂടെ തലേക്കാരണ്ടത്. നിങ്ങളെല്ലാം മനസ്സിൽ വന്നിട്ട് ഞാൻ അന്ന് പ്രസംഗിച്ച ഈ യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഹിറ്റായ എൻ്റെ പ്രസംഗത്തിലൊരു വീഡിയോ ഉണ്ട്, ഒരു ക്ലിപ്പ് ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. അതൊന്നും ഒന്നുകൂടി പറയാം. പലതും ചിലർ പ്രായമായിട്ടുണ്ടാവില്ല, കേട്ടവരാണെങ്കിൽ ഒന്നുകൂടി കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു, ഒരു 9:30 മണിക്ക്. എൻ്റെ പൊന്നടവേ, വിളിച്ച വഴിക്ക് പറയാ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ നീ ഇപ്പം മരിക്കേണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ഒരു ധ്യാനം കഴിഞ്ഞ് എൻ്റെ പള്ളിയിലേക്ക് പോണ വഴിക്കുക. അവള് പറയാ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ നീ ഇപ്പം മരിക്കണ്ടടി. ഇല്ലച്ചോ ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവൾ പറയും ഇല്ലച്ചോ ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യച്ചോ. ഞാൻ പറഞ്ഞു, ഇല്ലടി മോളെ ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. അവൾ പറയും ഇല്ലച്ചോ ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. അവൾ പറയും ഇല്ലച്ചോ 8 വർഷത്തെ സ്നേഹമായിരുന്നു വെച്ചോ, അവനെ തേച്ചിട്ട് പോയി വെച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ അവൻ എന്നെ വേണം, എനിക്ക് അവനെ വേണച്ചോ, അവനിലാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ലച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. അവൾ പറഞ്ഞില്ലച്ചോ ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യച്ചോ, ഞാനിങ്ങനെ സങ്കടപ്പെടച്ചോ, ഞാനിങ്ങനെ വിഷമിക്കച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ ദൈവം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ സങ്കടപ്പെടച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, ജീവിക്കാൻ പറ്റില്ലച്ചോ, മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ, ഞാൻ എന്ത് ചെയ്യച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ ദൈവം എന്നെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ ഇത്രയും വേദനിക്കച്ചോ, എന്തിനച്ചോ ദൈവം എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തണേ, എനിക്ക് അവനെ തന്നുകൂടെച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. 9:30 മണി തൊട്ട് 11:30 മണി വരെ ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ, ദൈവം ഉണ്ടടി, പോട്ടടി മോളെ ദൈവം ഉണ്ടടി, ദൈവം കാത്തോളടി. 9:30 മണിക്ക് തൊട്ട് 2.5 മണിക്കൂർ സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കാൻ എൻ്റെ പള്ളി ചെന്നു. ഞാൻ തിരിച്ച് പള്ളി ചെന്ന് 2.5 മണിക്കൂർ സംസാരിച്ച് 2 മണിക്കൂർ സംസാരിച്ച് പള്ളി ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു, മോളെ പള്ളി എത്തി. അപ്പോഴും പറയാ എനിക്ക് മരിക്കണം. ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് കുർബാനയുണ്ട്, മോള് വെച്ചേ, നാളെ സംസാരിക്കാം. വെച്ചു. പിറ്റേ ദിവസം ഇത് ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം നിങ്ങൾ ഓർക്കണം, 10:22, 10:23 ആത്മഹത്യ ചെയ്യാൻ കുരുക്കിട്ട് തൂങ്ങി നിന്നു. ഇത് കുരുക്കിട്ട വഴി അമ്മ കണ്ടു ഓടിച്ചെന്ന് കരം പിടിച്ചു, കാൽക്കൽ പിടിച്ചു. അമ്മയ്ക്ക് തന്നെ രക്ഷിക്കാൻ പറ്റില്ല. അമ്മ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചു. അവസാനം പോലീസ് കേസായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പോലീസ് കേസായിട്ട് പോലീസ് വന്ന ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് എന്തായിരിക്കും? ഈ പെങ്കൊച്ചിന്റെ ഫോൺ. ഈ പെങ്കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. 2 മണിക്കൂർ പോട്ടടി മോളെ ദൈവം ഉണ്ടടി എന്ന്. എനിക്കൊരു കോള് വന്നു, ഒരു നല്ല മനുഷ്യനാട്ടാ. ഞാൻ ആ മനുഷ്യനെ ഒരിക്കലും പറയില്ല, നല്ല പോലീസുകാരൻ. എടുത്ത വഴിക്ക് ചോദിച്ചു, ആരടാ നീ? അത് ഞാൻ നല്ല മനസ്സിലേക്ക് പറഞ്ഞതാ, ആരടാ നീ? അപ്പം ഞാൻ സാധാരണ സത്യം പറഞ്ഞ സ്നേഹം നിറഞ്ഞു. ഇപ്പോൾ ഈ രണ്ടു ചോദി ഈ ഫോൺ അധികം യൂസ് ചെയ്യാത്തൊരു മനുഷ്യനെ ഞാൻ. കാരണം ഇപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ എൻ്റെ വാട്സപ്പ് സന്ദേശം നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഉണ്ട് ഒരു 3652 മെസ്സേജ് ഇപ്പോഴും എനിക്ക് വായിക്കാൻ. എല്ലാ ദിവസവും ആൾക്കാർ വിളിക്കും, അച്ഛൻ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് അച്ഛൻ ഒരു പ്രാർത്ഥന നിയോഗം, അച്ഛൻ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? ഒരു ദിവസം എനിക്ക് വന്ന കോളുകൾ എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്ന് തന്നെ മിസ് കോൾ നിങ്ങൾ എണ്ണയൊക്കെ മനസ്സിലാവും. ഇന്ന് തന്നെ ഉണ്ട് 55 മിസ് കോൾ ഇപ്പം തന്നെ.
ഞാൻ എടുക്കാതെ കൂടാതെ. അത്ര ആൾക്കാർ വിളിക്കും. വാട്സപ്പിലാണെങ്കിൽ തിരിച്ചും. വാട്സപ്പിലാണെങ്കിൽ എന്തോരം പേരെന്നറിയും മെസ്സേജ് ചെയ്യണേ എന്നോടൊന്ന് സംസാരിക്കാൻ. സാധാരണ ഞാൻ കോളുകളോ മെസ്സേജുകളോ എടുക്കാത്തൊരു മനുഷ്യനാ ഈ തിരക്കിൻ്റെ കാര്യത്തിൽ. ഈ പോലീസുകാരനെ വിളിക്കുന്നത്, ട്രൂ കോളർ ഇട്ടുകൊണ്ട് പോലീസുകാരനെ വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ചാടി എടുത്ത വഴിക്ക് പുള്ളി ചോദിച്ചു, ആരടാ നീ? ഞാൻ പറഞ്ഞു, ജിനുവച്ചൻ. ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു, പ്രസംഗിക്കാൻ ധ്യാനിപ്പിക്കാനൊക്കെ പോണ ജിനുവച്ചൻ. അച്ഛനും തൊട്ട് ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, അത് ചാവണമെന്ന് പറഞ്ഞ് വിളിച്ചതാ. അച്ഛപ്പോൾ കോള് വെക്കി, ഞങ്ങൾ കോൾ റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് അച്ഛനെ വിളിക്കാം. നല്ലൊരു മനുഷ്യൻ കേട്ടോ, നല്ലൊരു മനുഷ്യൻ. ഞാൻ ഒരിക്കലും പറയില്ല, ഒരു കുറ്റം പറയില്ല മനുഷ്യൻ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു വിളിച്ചു. അച്ഛാ, ആദ്യമേ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു, സോറിയിട്ട് അച്ഛാ ഞാനങ്ങനെ സംസാരിച്ചതിൽ. ഞാൻ എന്ത് സാറേ? അച്ഛനെ ഇപ്പോഴും ഞങ്ങൾ യൂട്യൂബിൽ കയറി അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടെ, ഇപ്പോഴാണ് അച്ഛൻ ആരാന്ന് മനസ്സിലായ. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ സോറി അച്ഛാ. പക്ഷേ അച്ഛാ, ഞങ്ങൾ കോൾ റെക്കോർഡ് പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛാ സൂക്ഷിക്കണം, അച്ഛൻ സൂക്ഷിക്കണം. സത്യമല്ലേ? ഇതിനെന്തെങ്കിലും പറ്റിയ കുറച്ച് നാൾ മുമ്പ് UK എന്നൊരു പെൺകുട്ടി, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ നിങ്ങൾ ഓർക്കണം. അത് പ്രത്യേകിച്ച് ഞാൻ പറയും, തിരുവനന്തപുരംകാരിയാ. ഏത് സഭയെന്ന് ഞാൻ പറയണില്ല. എന്നെ വിളിച്ചേക്കാ. എവിടുന്ന്? UK എന്ന്. ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ആഴ്ച കണ്ടിന്യൂസ് മെസ്സേജ് അയച്ചു, അച്ഛാ എനിക്ക് സംസാരിക്കണം. ഒരാഴ്ച കണ്ടിന്യൂസ് മെസ്സേജ് ആയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തെങ്കിലും കാര്യമുള്ള കാര്യം പറയാനായിരിക്കും, എന്നാൽ അതിനോട് മിണ്ടിയേക്കാം. പിറ്റേ ദിവസം ഒരാഴ്ച കണ്ടിന്യൂസ് മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ വിളിച്ചു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് എടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനെന്തോ സൈക്കിക് പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ അച്ഛൻ പ്രാർത്ഥിച്ചോളാട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം തൊട്ട് വിളി തുടങ്ങി. പിന്നെയും ഒരാഴ്ച കണ്ടിന്യൂസ് പിന്നെയും വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചേക്കാ, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചേക്കാ, അച്ഛനും ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ പേര് എഴുതി വെച്ച് ഞാൻ തൂങ്ങിച്ചാവൂന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടടവേ? നമ്മളാണിത്. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെയൊക്കെ പിള്ളേര് പോകുന്ന വഴികളത്. കഴിഞ്ഞ ദിവസം ഒരു ഡിവോഴ്സ് കേസ് വന്നു. ഞാൻ ചോദിച്ചു, എന്തുട്ടാ പ്രശ്നം? കല്യാണം കഴിഞ്ഞ് 2-3 മാസമായിട്ടുള്ളൂ, ഡിവോഴ്സ് വേണം അവൾക്ക്. അപ്പ കൊടുക്കാനാ തോന്നി, എന്നാലും പോട്ടെ, ഡിവോഴ്സ് വേണം. ഞാൻ ചോദിച്ചു, എന്തേടി പ്രശ്നം? എന്താ അവനിങ്ങനെ ഇരിക്കുക? എന്തേടി പ്രശ്നം? അവള് പറഞ്ഞു ഉത്തരം എന്നറിയോ? അച്ഛാ, ഈ മനുഷ്യൻ രാത്രി മുഴുവൻ കൂർക്കം വലിയ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഡിവോഴ്സ് വേണം. നിങ്ങളൊക്കെ എന്നേ ചെയ്യേണ്ടത്? അത് നമുക്കൊക്കെ ഇത്രയേ ഉള്ളൂ. അങ്ങനൊരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും, ചെറിയൊരു സങ്കടം വരുമ്പോഴേക്കും എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, മടുത്തു, ജീവിതം നരകതുല്യമാണെന്ന് ചിന്തിക്കുന്നവരാ നമ്മളൊക്കെ. പക്ഷെ നമ്മളെന്ത് ചിന്തിക്കാത്ത? എൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടെന്ന്, എന്തിനും പോകുന്നൊരു ദൈവം ഉണ്ടെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പത്തനംതിട്ട പള്ളിയിൽ ഒരു കൈകെട്ടി ഈശോയുടെ പള്ളിയുണ്ട്. നിങ്ങൾക്കറിയാമോ? കൈകെട്ടി ഈശോയുടെ ഒരു പള്ളിയുണ്ട്. വളരെ സുന്ദരമായൊരു പള്ളിയാണ്, ഒരു തീർത്ഥാടന കേന്ദ്ര. കൈകെട്ടി ഈശോയുടെ കൈ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ഒരു രൂപം അവിടെ ഉണ്ട്. ഒത്തിരി പേര് തീർത്ഥാടന കേന്ദ്രമാണ്, വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു ദിവസം ടോക്ക് പറയാൻ, ഒരു സന്ദേശം കൊടുക്കാൻ പോയി. ഒരു തീർത്ഥാടന കേന്ദ്ര, ഒരു സന്ദേശം കൊടുക്കാൻ പോയി. അവിടെ തൊട്ടടുത്തൊരു മാതാവിൻ്റെ ചെറിയൊരു ചാപ്പൽ പോലത്തെ ഒരു സ്ഥലത്താണ് ഒരു ധ്യാനത്തിന് പോയതാ. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു ചേച്ചിനെ കാണാൻ വന്നു. എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ആ ചേച്ചി എൻ്റെ കാലത്തിൽ ഇങ്ങനെ തൊട്ട് വന്നു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കോ? ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയുക. ഞാൻ കഴിച്ചു, എന്താ പറ്റിയേ? ഭർത്താവും മുഴുവൻ കുടിയനച്ചാ, എന്നും വന്ന് പ്രശ്ന വീട്ടിൽ, എന്നും അടിക്കച്ചാ. ഇന്നലെ അടിച്ചതിൻ്റെ പാടായി കൈമ കിടക്കണം, നിറച്ച് പാട് ഈ മനുഷ്യൻ അടിച്ചതിൻ്റെ. ഇന്നലെ അടിച്ചതിൻ്റെ പാടാ സമയത്ത്. 2 മക്കളും അപ്പൻ്റെ പോലെ അച്ഛാ, സ്വസ്ഥതയില്ല അച്ഛാ, സമാധാനം ഇല്ല അച്ഛാ. പക്ഷെ എനിക്ക് സങ്കടമൊന്നും ഇല്ല അച്ഛാ, പ്രാർത്ഥിക്കുമ്പോൾ കരയോ അച്ഛാ, അത്രേ ഉള്ളൂ. ഈ പുള്ളിക്കാരത്തിനോട് അവസാനം പറഞ്ഞെന്നറിയോ? എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല അച്ഛാ, അവൻ എന്നെ നോക്കിക്കോളും. എല്ലാ ദിവസവും ഭർത്താവ് വന്ന് തല്ലിയിട്ടും 2 മക്കൾ ദേഹോപദ്രവം ചെയ്തിട്ടും അമ്മ എന്നുള്ള വകവയ്ക്കാതെ അമ്മയെ പ്രഹരിച്ചിട്ടും അമ്മേനെ തെറി വിളിച്ചിട്ടും ഈ അമ്മ പറയാ, എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല, എൻ്റെ അപ്പൻ എന്നെ നോക്കിക്കൊള്ളുന്നു. ഇവിടെ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് നമ്മൾ പാടിയ അക്കരയ്ക്ക് യാത്ര ചെയ്യും
ആ സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ, ഭയങ്കര ഭയ. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഉത്തരം പറ. കേട്ടില്ല. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? അതാരാണ്? ഞാൻ കണ്ണുറന്നില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? അതറി ഒറ്റ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ തരുമോ? ഇല്ല. ഞാനിങ്ങനെ നോക്കിയിട്ടാണ് പറയണേ. ഇല്ല. എനിക്ക് ഒറ്റണത്തിന്. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഒറ്റണത്തിന്റെ വായിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? എൻ്റെ അച്ഛ എന്നാ തള്ള അച്ഛ അത്. അച്ഛൻ എങ്ങനെയാ അച്ഛാ ഇവിടെ പിടിച്ചേക്കണേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് ടെൻഷനില്ല? പോടവേ. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും തുടങ്ങും, അമ്മേ തീർന്നു തീർന്നു തീർന്നു. ചെറിയൊരു കടബാധ്യത വരുമ്പോഴേക്കും തീർന്നു. ചെറിയൊരു രോഗം വരുമ്പോഴേക്കും തീർന്നു. നമുക്ക് പറ്റില്ല ഇപ്പോഴും, അല്ലേ? എൻ്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ, ജീവിതത്തിൻ്റെ ഏത് യാഥാർത്ഥ്യങ്ങളിൽ അവൻ എന്നെ നോക്കിക്കൊള്ളുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. നീ എന്നത് തിരിച്ചറിയുന്നു, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ എന്ന് നിന്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു, അന്ന് നിന്റെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, അത്ഭുതം ഉണ്ടാവും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ തിരിച്ചറിയണം. കാനായിലെ കല്യാണ വീട് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഒരു അപ്പൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി ഒരു വീടാ, ശരിയല്ലേ? ഒരു അപ്പൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. ഒരു ഭക്ഷണം വെച്ചു, വീഞ്ഞു തീർന്നുപോയി. 500 പേർക്ക് ഭക്ഷണം ഒരുക്കി 600 പേരെ വിളിച്ച അപ്പനല്ല. 600 പേർക്ക് ഭക്ഷണം ഒരുക്കി, അല്ലെങ്കിൽ 500 പേരെ വിളിച്ചിട്ട് 600 പേർക്ക് ഭക്ഷണം ഒരുക്കി ഒരു അപ്പനാ. അത്രയും കണക്ക് കൂട്ടലുണ്ടായിരുന്നു അപ്പന്. പക്ഷെ അപ്പൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. പക്ഷെ ആ വീടിനെ കുറിച്ച് പറയുന്ന വളരെ സുന്ദരമായൊരു കാര്യമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഇപ്പോഴെങ്കിലും തുറക്ക്. അനങ്ങി വരുമ്പോഴേക്കും നാളെ ആവൂലോ. അതെവിടുന്നത് വെടിക്കെട്ട്? മോള് വായിച്ചോ. ഇതാരെ വായിക്കണേന്ന്? അവിടെ നിന്നാണത്. അവിടെ നിന്ന് ഇവിടം വരും. വായിച്ചോ, ഒന്നുകൂടി വായിച്ചോ. ആ വചനം ശ്രദ്ധിച്ചോളാം കേട്ടോ. യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. നല്ല ശബ്ദം കേട്ടോ. ഇതെങ്ങനെ സാധിക്കണോ? കർത്താവേ, പോട്ടെ. സഹോദരിയുടെ പേരെന്നാ? സുഗതയോ? ഓക്കെ. അപ്പോ ആ കല്യാണ വീടിനെ കുറിച്ച് പറയുന്ന വളരെ സുന്ദരമായൊരു കാര്യം ഇങ്ങനെയാ. ആ വീട്ടിൽ ആരെ ക്ഷണിച്ചിരുന്നു? യേശുവിനെയും ശിഷ്യന്മാരെയും മാതാവിനെയും ക്ഷണിച്ചിരുന്നു. ആ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു. നമ്മളിതുപോലെ ദുഃഖിക്കാൻ, നമ്മളിതുപോലെ സങ്കടപ്പെടുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ? നമ്മുടെ വീട്ടിൽ ഈശോ ഉണ്ടാ? നമ്മുടെ വീട്ടിൽ ഈശോ ഉണ്ടാ? ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും എൻ്റെ വീട്ടിൽ ഈശോ ഉണ്ടെന്ന്? തേങ്ങാക്കൊലയുണ്ട് നിങ്ങളുടെ വീട്ടിൽ. ഈശോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സങ്കടപ്പെടുമോ? അച്ഛൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറ. ഈശോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സങ്കടപ്പെടോ? പെടോ? ഇല്ല. അപ്പൊ ഈശോ ഉണ്ടോ? ഈ ഭിത്തിക്ക് നല്ല കട്ടി വേണം. ഇതുപോലെ തള്ളു വരുന്നോണ്ടേ ഇത് ഇനി മിക്കവാറും കുറേ നാളായി പള്ളി വന്നിട്ട് ബലക്ഷയം ഉണ്ടാവും മിക്കവാറും കേട്ടോ. ഇതുപോലെ തള്ളു വരാല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെയൊക്കെ വീട്ടിലെ എന്തൊക്കെ ദുരിതങ്ങളാണ്, എത്ര വഴിവിട്ട ബന്ധങ്ങൾ നമ്മുടെ മക്കൾക്ക്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ആസക്തികളാണ് നമ്മുടെ മക്കളിൽ. വിവാഹം കഴിപ്പിച്ച മക്കളും കെട്ടിക്കൊണ്ടുവന്ന മക്കളൊക്കെ സന്തോഷത്തോടെയാണ് ജീവിക്കണേ.
പഠിക്കുന്ന മക്കള് ആണോ? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്നക്ക, ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ച്, ഗർഭവതിയാ. എൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് അപ്പൻ ചോദിക്കുക, അച്ഛാ എന്താ ചെയ്യണ്ടേ, കൊച്ചിനെ കൊല്ലണോ? അവളോട് ചോദിക്കണോ? ഞാൻ ചോദിച്ചാ ആരടി? മിണ്ടില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ച് ഗർഭവതിയാ. അച്ഛനിത് വെറുതെ പറയുന്നില്ല. പല യാഥാർത്ഥ്യങ്ങളും പല കാര്യങ്ങളും കാണുമ്പോൾ മനുഷ്യന്റെ ചങ്കിങ്ങനെ പെടയും. ഞാനിങ്ങനെ ആ കൊച്ചിന്റെ മുമ്പിൽ നിന്ന് ഇരിക്കുക, ഞാൻ എന്ത് ചെയ്യും? കൊച്ചിനെ കൊല്ലാൻ പറയോ? അവളോട് ചോദിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടല്ല. ആരുടെ ഉത്തരവാദി? നോ. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? നമ്മുടെ മക്കളെ എങ്ങോട്ടൊക്കെ പോണേന്നറിയോ? ആരുടെയൊക്കെ കൂട്ടുകൂടണമെന്നറിയോ? ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ ജീവിക്കുക. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും ദൈവത്തെ കഴിഞ്ഞേ അവർക്ക് എന്തും കൊടുക്കാവൂ. ജീവിതത്തിൻ്റെ ഏത് യാഥാർത്ഥ്യങ്ങളിലും ഏത് വേദനകളിലും ദൈവം കൂടെ ഉണ്ട് എന്ന് അവരെ പഠിപ്പിക്കണം. പല മക്കൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയാൻ പാടില്ല. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ മക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കോ? നിങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. പള്ളി പോവാടാന്ന് പറഞ്ഞാ വരുവോ? ചിന്തിച്ചു നോക്ക്. ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പോകുമെന്ന് പറയുന്നുണ്ടോ, നമ്മുടെ മക്കളെ കൂടി അവരിന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. അവരിന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ദൈവത്തെ കൊടുക്കും മക്കൾക്ക്. ഞാൻ ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരുടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് എന്താ തന്നേ? ഒത്തിരി പഠിത്തം തന്നോ? തന്നോ? 10ാം ക്ലാസ് തന്നെ എത്ര പാസ്സായിന്ന് എനിക്കറിയാൻ പാടില്ല. ഒത്തിരി ആസ്തി തന്നോ? ഇഷ്ടം പോലെ പണം തന്നോ? ഇല്ല. പിന്നെ എന്തൊട്ട് തന്ന പുള്ളി? നിങ്ങളുടെ അപ്പനമ്മയും ദൈവത്തെ തന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പള്ളി പോകുമ്പോൾ കൊണ്ടുപോയി കൂടെ ഇരുത്തി പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ ഒറ്റ ദിവസം പോലും പ്രാർത്ഥിക്കാതെ കിടത്തി ഓർക്കില്ലായിരുന്നു. ഞാനൊക്കെ അങ്ങനെ വളർന്നവനാ. എൻ്റെ അപ്പൻ അതുപോലെ. എനിക്ക് എൻ്റെ അപ്പൻ ആകെ തന്നിട്ടുള്ളത് എൻ്റെ ദൈവത്തെ മാത്രമാണ്. ഒരു പാവം പിടിച്ച മനുഷ്യൻ എൻ്റെ അപ്പൻ, ഒരു കൂലിപ്പണിക്കാരൻ. എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാ, അഭിമാനത്തോടു കൂടെ പറഞ്ഞേ. പക്ഷെ ആ പുള്ളി എനിക്ക് തന്നിട്ടുണ്ട് ദൈവത്തെ. ഏത് സങ്കടം വന്നാലും ഏത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പുള്ളി പറയും, ദൈവമുണ്ടാ നിന്റെ കൂടെ. നമ്മുടെ മക്കൾക്ക് നമ്മളത് കൊടുത്തണ്ട. ഇന്ന് നമ്മുടെ മക്കൾ എവിടെ പോകുന്നു? ആരുടെ കൂടെ കൂട്ടുകൂടുന്നു? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. എൻ്റെ പൊന്നടവേ, നിങ്ങൾ കാണണം കൊച്ചു കാണിക്കുന്ന വികൃതി. ഒരു പൈശാചിക ബന്ധനമാണ് ഇതിന്. സ്വന്തം ശരീരത്തെ കടിക്കുന്നു, ചോര കുടിക്കുന്നു, കൊണ്ടുവന്നിട്ട് അപ്പൻ അമ്മ വരെ ഇങ്ങനെ പേടിച്ചിക്ക. നിങ്ങൾക്കറിയോ നിങ്ങളുടെ മക്കൾ എന്തൊക്കെ കാണണേന്ന്, എന്തൊക്കെ കേൾക്കണേന്ന്, ആരുടെയൊക്കെ കൂട്ടുകൂടണേന്ന്? നമുക്ക് ആകെ ഏൽപ്പിക്കാനുള്ളത് ദൈവത്തെ മാത്രം അവരുടെ കയ്യിൽ. നിങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് വിട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ, ദൈവം ഉള്ളട്ടോ മോനെ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊന്നും ചെയ്യരുതെന്ന്? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. എന്തുട്ടാന്നറിയോ? ഓജ ബോർഡ് കളിച്ചിട്ട്. നിങ്ങൾക്കൊന്നുണ്ടെന്നറിയോ ഓജ ബോർഡ്? ലിമിച്ചിക്ക് അറിയോ എന്നിട്ടോ ഓജ ബോർഡൊന്ന്? ലിമിച്ചൊന്ന് എഴുന്നേറ്റിക്കോ. ആൻറ്റി വേണ്ട, സഹോദരി ഒന്ന് എഴുന്നേറ്റിക്കോ. ഓജ ബോർഡ് എന്നിട്ടെന്നറിയോ? കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. നിങ്ങൾക്കറിയോ ഓജ ബോർഡ്? നോണ അങ്ങനെ അച്ഛനെ മൂത്തേക്ക് പറഞ്ഞാണ്ടല്ല. ഓജ ബോർഡ് നിങ്ങൾക്കറിയോ? എടാ പച്ച, യു സ്റ്റാൻഡപ്പ്. നീയാണോ പച്ച? നീയും സ്റ്റാൻഡപ്പ്. നിനക്ക് ഓജ ബോർഡ് അറിയോ മോനെ? അറിയാം. ഇങ്ങനെ ഇരുന്നോട്ടാ. അവനാ ഓജ ബോർഡ് എന്നിട്ട് എങ്ങനെയാണത്? ഒരു ബോർഡ്, പിന്നെ കുറേ ലെറ്ററുകളൊക്കെ ഉണ്ടാവും, നമ്പർ ഉണ്ടാവും, യെസ് ഓർ നോ ഉണ്ടാവും, കുറെ കോയിൻസ് ഉണ്ടാവും. ഇരിക്കടാ, അവൻ കളിച്ചതല്ല, അവനറിയാം.
ഇതെന്താണെന്നറിയോ? നിങ്ങളിങ്ങനെ ഇരുന്നാ ഇങ്ങനെ അതെ പഠിക്ക് 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 ഇതല്ലാണ്ട് വായുന്നൊരു അത് 100 വട്ടം പറഞ്ഞോ, അച്ഛനത് പറയില്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക്, എൻ്റെ അമ്മച്ചി, നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ അറിയാം. ഈ അടുത്ത ആളൊരു സിനിമ ഇറങ്ങി, അതിനെക്കുറിച്ച്. ഏതാടാ പടം? അതെ, ഞാൻ ആ സിനിമയെക്കുറിച്ച് താഴ്ത്തിക്കെട്ടി പറയാനല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കേ, നമുക്കത് കേൾക്കുമ്പോൾ വേറെ രോമാഞ്ചമാണ്. പക്ഷെ പിള്ളേരുടെ മനസ്സിലാ സാധന. നിങ്ങൾക്കറിയോ അത്? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൂടെ നിന്നേക്കാ, അവന് രാത്രി ഉറങ്ങാൻ പറ്റണില്ല ഇത് കളിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന്. ഞാനതാ പറഞ്ഞേ, നമ്മുടെ കുടുംബത്തിൽ ദൈവം വേണം, നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം, എന്തു വന്നാലും കൊടുക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞായറാഴ്ച സൺഡേ കാറ്റഗിസം വലത്തെ സൈഡ്, എൻ്റെ വലത്തെ സൈഡ് ഞായറാഴ്ച സൺഡേ കാറ്റഗിസം, ഈ ഇടത്തെ സൈഡ് എൻട്രൻസ് കോച്ചിങ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏതിന് വിടും? ഉത്തരം യു സ്റ്റാൻഡപ്പ്. അച്ഛന്നോ യു സ്റ്റാൻഡപ്പ്. ഇത് മോളാണോ? ഇത് അച്ഛൻ്റെ മോളാണോ? അയ്യോ അയ്യോ, ഒന്നുമില്ല കേട്ടോ, ഞാൻ അറിയാണ്ട് പറഞ്ഞു ഇതാ. മോളോ കല്യാണം കഴിഞ്ഞോ? കൊച്ചങ്ങൾ മോളുണ്ട്. എനിക്ക് അത്രയും കിട്ടിയാൽ മതി, എനിക്ക് അത്രയും കിട്ടിയാൽ മതി. ഓക്കെ, മോളെ ഞായറാഴ്ച സൺഡേ കാറ്റഗിസം, അടുത്ത സൈഡ് എൻട്രൻസ് കോച്ചിങ്. മോളുടെ കൊച്ചിനെ മോളെ ഇതിന് വിടും? എന്നെ തള്ളിക്കൊണ്ടിരിക്കുന്നേ. കൊച്ചിൻ്റെ പേരെന്നാ? സോണി ഇനി ഞായറാഴ്ച കൊച്ചിന് ഒറ്റ ദിവസം പോലും ഇവിടെ സൺഡേ കാറ്റഗിസിന് മുടക്കം വരുത്തിയ. എനിക്ക് അച്ഛൻ തമാശയ്ക്ക് പറഞ്ഞതാ. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥ, അത് പേടിച്ചിട്ട് അതങ്ങനെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ കൊച്ചിനെ ഞാൻ ഏതിന് വിടും? എൻട്രൻസ് കോച്ചിങ് അത് കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങി എൻ്റെ കൊച്ച് പഠിക്കും. പക്ഷെ അവർ ജീവിതത്തിൽ വിജയിക്കോ? അവനുണ്ടെങ്കിലേ നമ്മൾ ജയിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നമ്മൾ എത്ര പഠിച്ചിട്ടും ജോലി കിട്ടാതെ വലയുന്ന എന്തോരം മക്കളുണ്ട്. എത്ര പഠിച്ചിട്ടും ജോലി കിട്ടാതെ വലയുന്ന എത്ര മക്കളുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഒരു പഠിത്തവും പഠിക്കാണ്ട് പള്ളി പോയി കിടന്ന് പള്ളിയിലെ പ്രാർത്ഥിച്ചും പള്ളിയിലെ ശുശ്രൂഷയും അച്ഛൻ്റെ കൂടെ നടന്ന് ഇന്ന് വിദേശത്ത് പോയി ലക്ഷങ്ങൾ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. അത് ദൈവമുണ്ട് അവൻ്റെ കൂടെ. അവന് പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും അവൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ദൈവം കൊടുക്കും. കാരണം എന്താ? ദൈവമുണ്ട് അവൻ്റെ കൂടെ. ഞാൻ വേറൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പുറത്ത് ഒരു മരക്കുരിശ്, ഇപ്പുറത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു ഡ്രാഗൻ്റെ രൂപം. നിങ്ങളോട് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു ഡ്രാഗൺ എൻ്റെ ഇടത്തെ സൈഡ്, വലത്തെ സൈഡ് മരക്കുരിശ്. നിങ്ങളോട് പറയാണ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? അതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. കുരിശ്, മരക്കുരിശ് എടുക്കും കേട്ടോ. മോനെ പച്ച, നീ സ്റ്റാൻഡപ്പ്, നീ എഴുന്നേറ്റ് നടാ. ഞാൻ അടുത്ത ചോദ്യം നിന്നോടാ. ഇവിടെ ഒരു മരക്കുരിശ്, അതുപോലെ തന്നെ ഇവിടെ സ്വർണത്തിൻ്റെ ഒരു ഡ്രാഗൺ. നീ ഏത് ചൂസ് ചെയ്യും? എന്നിട്ടാ ഇത് കേട്ടില്ല. നിന്നോട്ടെ, നിങ്ങളെല്ലാവരും ഏത് ചൂസ് ചെയ്യും? ഈ പൊള്ളി കുറച്ചും കൂടി ബലം ഉണ്ടാക്കി പണിയേണ്ടി വരും. ചിന്തിച്ചു നോക്കിയേ. നമുക്ക് നമ്മുടെ ദൈവം അത്രേ ഉള്ളൂ. ശരിയല്ലേ? എൻ്റെ മോനിരുന്നോ? മുത്തിൻ്റെ പേരെന്നാ? ആഷ്മീൻ. സുന്ദരനാട്ടോ നീ. ചിന്തിച്ചു നോക്ക്. എൻ്റെ ദൈവം എനിക്ക് അത്രേ ഉള്ളൂ. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവില്, എൻ്റെ സങ്കടങ്ങളുടെ നടുവില്, എൻ്റെ വേദനകളുടെ നടുവിൽ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ, ആ ദൈവത്തിന് വില കൊടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ദൈവം കഴിഞ്ഞിട്ട് എനിക്ക് എന്തും പാടുള്ളൂ ചിന്തിക്കാൻ എനിക്ക് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളെല്ലാവരും അങ്ങനെയാ.
പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരും, കാര്യം കഴിഞ്ഞാലാ. എൻ്റെ ദൈവം അത്രയും ശ്രേഷ്ഠനായ ദൈവ, അത്രയും മഹോന്നതനായ ദൈവ, സർവനന്മ സ്വരൂപനായ ദൈവ. ആ ദൈവത്തിന് വില കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട് ജീവിതത്തില്. എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ദൈവമുണ്ട് മോനെ, ദൈവം നിന്നെ സഹായിക്കുമെന്ന്? പലപ്പോഴും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പനമ്മയോ ഒന്ന് ചേർത്തിരുത്തി പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, മോനെ വിഷമിക്കണ്ട, ദൈവം നോക്കിക്കോളും നിന്നെ. അച്ഛൻ്റെ വീഡിയോയിൽ എപ്പോഴും, അച്ഛൻ ഈ സ്റ്റാറ്റസ് വീഡിയോയിൽ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിണ്ടാവും, ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. ഞാൻ എപ്പോഴും ആ വീഡിയോയുടെ അവസാനം പറഞ്ഞ് നിർത്തുന്നത് എങ്ങനെയാ? ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം ഉള്ളൂ നമ്മുടെ കൂടെ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന്? നമ്മുടെ മക്കളുടെ കൂടെ വിദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൂടെ ദൈവം ഉണ്ടാവുള്ളൂ. പഠിക്കാൻ പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൂടെ ദൈവം ഉണ്ടാവുള്ളൂ. ആ ദൈവത്തെ കൊടുക്കും മക്കൾക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചെല്ലാത്ത ഒറ്റ ദിവസം ഉണ്ടാവരുത്. എല്ലാവരുടെയും വീട്ടിലുണ്ടോ പ്രാർത്ഥന? കൈവക്കാൻ പറഞ്ഞപ്പോൾ തീരോ? നല്ല കട്ടിയുള്ള പള്ളിയാ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഒരിക്കലും ഒരു കൺവെൻഷൻ എന്നപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കലിപ്പോൾ എനിക്ക് എപ്പോഴും ഈ ചോദ്യം വരും. അതാണ് എൻ്റെ പ്രശ്നം. എല്ലാത്തിനും ചോദ്യം ചോദിക്കും ഞാൻ. എന്തിനാണെന്നറിയോ? എൻ്റെ ടേസ്റ്റ് അങ്ങനെയായിപ്പോയി. ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചു, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന വീടുകളൊക്കെ ഒന്ന് കൈവക്കെ. എല്ലാവരും വേണ്ട, നീ പൊക്കിയില്ലെങ്കിൽ ഇതിനെ ഓടിക്കും ഞാൻ. കൊച്ചിൻ്റെ പേരെന്നാ? എന്തുട്ടെന്ന്? ഐറിൻ ചൂവലോ? അതച്ഛൻ്റെയാണോ? അതും അച്ഛൻ്റെയാ? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ. ഇനിയുണ്ടോ? ഇത് കൊച്ചമ്മ. ഓക്കെ, ഞാൻ വെച്ചാൽ അച്ഛൻ്റെ അതും കൂടി ഇരിപ്പുണ്ടെന്ന് കാണും. ഓക്കെ, സന്തോഷം അച്ഛാ. നല്ല പേര് കേട്ടോ. അത് കേട്ടോ, ഐവിൻ ജേക്കബ്. ഐറിൻ അച്ഛനൊക്കെ സമ്മതിക്കണം. ഓക്കെ, ഈ പേരിട്ടതിനെ സമ്മതിക്കണം കേട്ടോ. നല്ല പേരുകളാ കേട്ടോ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ ദൈവത്തോട് ചേർത്തിരുത്തി വളർത്തിയിട്ട് എത്ര നാളായി? ദൈവത്തെ കൊടുത്തിട്ട് എത്ര നാളായി? നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം. ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകളൊക്കെ ഒന്ന് കൈവക്കേ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈപ്പൊക്കി പിടിച്ചേക്കാൻ മുന്നിലിരിക്കണ ഒരു കുരുട്ട് മാത്രം പൊക്കിയിട്ടില്ല. എനിക്കറിയാം അവൻ എന്തൊക്കെയാലും തന്നെ വരാൻ പോണില്ല. ഞാൻ അതിനോട് എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുക, അപ്പം ഞാൻ കാണിച്ചു. അപ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്നു. ഭയങ്കര പഠിപ്പച്ച പുള്ളി, ഇത്രയേ ഉള്ളൂ, കുരുട്ട കാട്ടിടക്ക പോലെ ഇരിക്കേണ്ട ഒരു സാധനം. എഴുന്നേറ്റ് നിന്നു. ഞാൻ ചോദിച്ചു, നീ എന്താടാ പൊക്കാത്ത? അപ്പം പുള്ളി എന്നെ ഇങ്ങനെ കൈ കെട്ടിയിട്ട് കാണിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ പൊക്കാത്തേന്ന്? നമ്മുടെ പിള്ളേർ ഇപ്പം ഇങ്ങനെയുള്ള ഉത്തരം പറയുള്ളൂ. ഞാൻ ചോദിച്ചു, നിൻ്റെ അപ്പനമ്മ വന്നിട്ടുണ്ടോ? അപ്പം പുള്ളി ഞാൻ പറഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞു നോക്കാമോ? തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യത്തെ റോയിൽ ഇവൻ്റെ അപ്പനമ്മ 2 കൈ പൊക്കി പിടിച്ചേക്കാട്ടോ ഇങ്ങനെ. അപ്പം അപ്പൻ 2 കൈ പൊക്കി പിടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. കൊച്ചിനാണെങ്കിൽ ഇച്ചിരി ദൂരമുണ്ട്. കൊച്ചിങ്ങനെ നോക്കിയിട്ട് അമ്മയാണ് അതിലും വിരുദ്ധത്തി. അമ്മ ഇപ്പൊ കൊച്ച് ഈ കഥകളി കണ്ടോണ്ടിരിക്കണ. ഞാൻ പറഞ്ഞു, നീ തിരിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നീ എന്താ പോക്കാത്ത? അപ്പനമ്മയും പൊക്കിയിട്ടില്ല. അപ്പം ഇതിൻ്റെ വായോർന്നൂട്ടാ. ഇത് എന്നോട് പറയാ, ഇന്നലെ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊന്നും ചെല്ലില്ല, പിന്നെ എന്തിനാ അപ്പനമ്മയ്ക്ക് കൈപൊക്കി പിടിച്ചേക്കണേന്ന്. പിറ്റേ ദിവസത്തെ കൺവെൻഷന് ആ അപ്പനമ്മേനെയും കണ്ടിട്ടില്ല, ആ ചക്കനെ കണ്ടിട്ടില്ല. അവൻ ജീവിച്ചിരിക്കണോന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ. സത്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് നമ്മുടെ ദൈവത്തിന് എന്തോരം വില കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്തോരം സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ മറന്നല്ലേ നമ്മൾ പലപ്പോഴും ജീവിച്ചിട്ടുള്ളേ. അതല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണം. ദൈവത്തെ മറന്നല്ലേ നമ്മൾ പലപ്പോഴും ജീവിച്ചിട്ടുള്ളേ. അതല്ലേ നമ്മുടെ മക്കൾ പലപ്പോഴും തെറ്റായ ബന്ധങ്ങളിലേക്ക്, കടബാധ്യതകളിലേക്ക്, രോഗങ്ങളിലേക്ക്, പലവിധ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ പോയിട്ടുള്ളേ. ദൈവം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ തന്നെ ദൈവം നമ്മളെ കാത്തുരക്ഷിക്കേണ്ടതല്ലേ? ചിന്തിച്ചോക്ക്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനൊരു പാവാട്ടാ,
ഇങ്ങനെയൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ താഴെ ഇറങ്ങി അതിങ്ങനെ നടക്കുള്ളൂ. പക്ഷെ ഇതിങ്ങനെ കയറി വെക്കുമ്പോൾ പറയും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചിന്തിച്ചു നോക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിൻ്റെയും ഇച്ചിരി ഒച്ചത്തിൽ പറയുമോ നിങ്ങൾ? എൻ്റെ പൊന്നിട എൻ്റെയൊക്കെ ശബ്ദം ഉണ്ടല്ലോ, 6-7 പ്രാവശ്യം ചോര വന്നതാ. വോക്കൽ കോഡ് പൊട്ടും നമ്മൾ സംസാരിച്ച്. 6-7 പ്രാവശ്യം ചോര വന്ന വായത്. എന്നിട്ടും ശബ്ദത്തിന് ഇങ്ങനെ സംസാരിക്കണേ. എൻ്റെ അമ്മ എന്നോട് പറയും, ഒന്ന് പതക്കെ സംസാരിക്കട ജിനു, ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. എനിക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. മൈക്കടുത്തുണ്ട് എങ്കിലും ഇങ്ങനെ പറയുള്ളൂ. ഞാൻ പറഞ്ഞ 6-7 പ്രാവശ്യം ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞറിയോ, എൻ്റെ പൊന്നച്ച, സാധാരണ വോക്കൽ കോഡ് എന്ന് പറയുന്നത് വെളുത്തിരിക്കുന്ന ഒരു സാധനം. ഈ വോക്കൽ കോഡാണ് നമ്മളെ സംസാരിക്കാൻ സഹായിക്കുന്നത്. അച്ഛൻ്റെ വോക്കൽ കോഡ് ചുമന്നിരിക്കണേ, നീര് വന്ന് വീർത്തിരിക്കുക. അച്ഛനും കുറച്ച് ദിവസം ഒന്നും മിണ്ടാതിരിക്കുക. ഡോക്ടർ പറഞ്ഞു 1 മാസത്തേക്ക് ഞാൻ അച്ഛൻ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടർ അത് നടക്കണ കാര്യമില്ല, ഞാൻ സംസാരിക്കും. എൻ്റെ ദൈവത്തിന് വേണ്ടി എത്ര മാത്രം മിണ്ടാൻ പറ്റുമോ ഞാൻ മിണ്ടും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് കേട്ടോ. ഇനിന്ന് പറഞ്ഞേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിൻ്റെയും, ചിലരുടെ ശബ്ദത്തില് ഇസഹാക്കിൻ്റെയും ഒരു പാട്ടുണ്ടല്ല, അബ്രാഹത്തിൻ ദൈവം സിയോൻ. ഒന്നുകൂടി, സിയോൻ യാത്രയതിൽ. എങ്ങനെയുള്ള ദൈവം കൂടെ? അബ്രാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ അത് ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രശ്നം വന്ന് നോക്കിയേ, എന്നിട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം ഇരിക്കുക കുന്തം മെഴുകിയ പോലെ. എന്നിട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം സ്റ്റാൻഡപ്പ്. പറഞ്ഞോ, എന്തെങ്കിലും പറ. പറഞ്ഞോ എൻ്റെ സഹോദരി പറ. എന്നിട്ട് അബ്രാഹത്തിൻ്റെ ദൈവം അറിയാമെന്ന് പറഞ്ഞാൽ മതി. വിശ്വാസികളുടെ പിതാവ്. നല്ല ഉത്തരം, നല്ലതള്ള. ഏകദേശം കറക്റ്റാ കേട്ടോ. ഇരുന്നോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം? ഇടവേ നിങ്ങളുടെ ആരെങ്കിലും വന്നിട്ട് ചോദിക്കും, എന്തൊട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം? അപ്പം നിങ്ങൾ എന്ത് പറയും? എന്തൊട്ടപ്പം അത്? ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഇന്ന് ഹോംവർക്ക്, അച്ഛനിത് ചോദിക്കുന്നത് ഹോംവർക്കാ, നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വന്നോളണം. എന്നിട്ട് അബ്രാഹത്തിൻ്റെ ദൈവം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം ഇതാണ്. അച്ഛനോടൊപ്പം പറഞ്ഞോ, വിശ്വസിച്ചാൽ, ശബ്ദത്തിൽ പറ, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്, അതാണ് അബ്രാഹത്തിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞ, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമുണ്ട് എനിക്ക്, അതാണ് അബ്രാഹത്തിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞോ, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്, അതാണ് അബ്രാഹത്തിൻ ദൈവം. അനീന മോളെ എഴുന്നേറ്റുന്നേ. ഞാൻ ആദ്യമായിട്ട് പഠിച്ച കൊച്ചിൻ്റെ പേരാ. എൻ്റെ കൊച്ചെന്ന് പറയും കേട്ടോ. എൻ്റെ മോള് പറഞ്ഞോ. കൂടെ നിൽക്കുന്ന ദൈവമുണ്ട് എനിക്ക്, അതാണ് അബ്രാമിൻ ദൈവം. അനീനയുടെ കൂട്ടുകാരി എഴുന്നേറ്റുന്നോ. പിള്ളേരോടൊക്കെ ചോദിക്കുന്നത് സീനിയർ സിറ്റിസൺ ഒഴിവാക്കിയതല്ല. അബ്രാമിൻ ദൈവം. നാളെ വരുമ്പോൾ എല്ലാം പഠിച്ചോണ്ടെന്നോളണം. എല്ലാത്തിനും എടുത്ത് ചോദിക്കും. ഇരുന്നോ. എന്നിട്ട് അബ്രാഹത്തിൻ്റെ ദൈവം, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാമിൻ ദൈവം. ജീവിതത്തിലെ ഒരിക്കലും ഞാൻ മറക്കരുത്.
നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയത്, സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അബ്രാഹത്തിൻ്റെ ദൈവം എങ്ങനെയുള്ള ദൈവം? അത് വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ദൈവമാണത്. വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ? വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ? പച്ച സ്റ്റാൻഡപ്പ്, ഇങ്ങോട്ട് കയറി വാ, എന്നാലേ കാണുള്ളൂ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഒരു സുന്ദരനെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, ഈ സഭയിലൊരു സുന്ദരൻ. ഇങ്ങോട്ട് കയറിക്ക്, അച്ഛനും കാണട്ടെ. പേരെന്നാ? അച്ഛനെല്ലാവരുടെയും പേരറിയാല്ലേ? അഭിനന്ദിക്കുന്ന അച്ഛാ. അനീഷ്. അനീഷേ, വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ? ഇല്ല. എന്നാ വർത്താനടേ പറയണേ? വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കില്ലേ? അനീഷിന്റെ മുമ്പിലിരിക്കണം, വന്നേ, ഇങ്ങോട്ട് വാ. ഇതേത് ഈ സാധനം? മോനാണോ? കറക്റ്റാ. നീ ഭാര്യ ഉണ്ടായിട്ടാണ് ഈ ഉത്തരം പറഞ്ഞ എങ്ങനെ? നീ കയറി വാ. വിശ്വസിച്ച പേരെന്നാ? ജോബിൻ. ജോബിനെ, അനീഷ് പോലെട്രാ. ജോബിനെ, വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ? നിന്നോട് ഞാൻ ചോദിച്ച, എങ്ങോട്ട് വാടാ ജോബിനെ. കേറിക്കടാ, കേറിക്ക്. വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ? നിക്കോ? നീ ഇങ്ങോട്ട് വാ. ഇനി നിന്നോടാ ചോദ്യം, നീ തിരിഞ്ഞിന്നോ? ഇത്രയും നാള് നീ വിശ്വസിച്ചവര് സ്നേഹിച്ചവരൊക്കെ നിന്റെ കൂടെ ഉണ്ടാ? ഇല്ല. പിന്നെ വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെ നീ തൊട്ട് പറഞ്ഞതിനാ? നിൽക്കുന്നവരുണ്ട്. ഒരാള് ആരത്? ഓ, നീ സൈന്യ. ഇവൻ ബുദ്ധിമാനാ കേട്ടോ, ഇവൻ പക്ക ബുദ്ധിമാനാ. അവൻ കൃത്യമായിട്ട് ഞാൻ കൈ കിടന്ന്, ഞാൻ ഇതുപോലൊരു ബുദ്ധിമാനെ കണ്ടിട്ടില്ല. അങ്ങോട്ട് വാ. കൈ കിടന്ന് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഓ, നിന്റെ ഗതി. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്. ജോബിൻ പറഞ്ഞത് ഞാൻ ചേർത്ത് വയ്ക്കുന്നു കേട്ടോ. വിശ്വസിച്ച് സ്നേഹിച്ച കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തൊന്നുമില്ല. അത് വളരെ വളരെ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലേ? അല്ലേ? ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇത്രയും നാളെ നിങ്ങളുടെ കൂടെ നിന്ന് സ്നേഹിച്ചവരൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അച്ഛൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളി മിണ്ടണ്ടിട്ടാ? ഇതിന് ഉത്തരം മിണ്ടരുത്, ഇതിങ്ങനെ ഇരുന്നോളണം. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? ഞാൻ ജോബിനെ നോക്കിയിട്ടില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? ചിന്തിച്ചോക്ക്. ഞാൻ ഒന്നും ഇതിനൊന്നും ഉത്തരം പറയത്തരുത്, ഇങ്ങനെ ഇരുന്നാ മതി. നമ്മൾ ഇത്രയും ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിച്ച മനുഷ്യര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് സ്നേഹിച്ചവരൊക്കെ എവിടെ പോയി? വിശ്വസിച്ചവരൊക്കെ എവിടെ പോയി? വഴി നടത്തിയവരൊക്കെ എവിടെ പോയി? സഹായിച്ചവരൊക്കെ എവിടെ പോയി? സ്വന്തം സുഖത്തെക്കാളും സന്തോഷത്തെക്കാളും ഒക്കെ അവൻ ചിരിക്കണം അവള് ചിരിക്കണം എന്ന് വിചാരിച്ച് ജീവിച്ചവരൊക്കെ എവിടെ പോയി? ഉണ്ടാ? കൂടെ ഉണ്ടാ? നീ പോക്ക, നീ സുന്ദരനാടാ. നിങ്ങൾ വാ, എൻ്റെ അനീഷ് മോൻ വാ. ഇവനുണ്ടാവും നിന്റെ കൂടെ കേട്ടോ. കൈ കണ്ടെന്നേ. അവൻ പറഞ്ഞതാ ശരി, വിശ്വസിച്ചു. ഇവനും വേണം കൈ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും നാള് സ്നേഹിച്ചവര് വിശ്വസിച്ചവര് കൂടെ നടത്തിയവരൊക്കെ എവിടെ പോയി? ജന്മം കൊടുത്ത മകനോ മകളോ പോലും കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല.
ആരും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഞാൻ എപ്പോഴും പറയും എൻ്റെ ടോക്കിലെ, സങ്കടത്തിൻ്റെ താഴ്വരയിലും മനുഷ്യന്മാർ ഒറ്റയ്ക്കാ. നീ ഒന്ന് കരഞ്ഞപ്പോ, നീ ഒന്ന് വേദനിച്ചപ്പോ, നീ ഒന്ന് സങ്കടപ്പെട്ടപ്പോ ഈ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആരെങ്കിലും വന്ന് നിന്നോട് ചോദിച്ചിട്ടുണ്ടാ നീ എന്തിനാ കരയണേന്ന്, നിനക്കെന്താ പറ്റിയെന്ന്, നിന്റെ മുഖം എന്താ വാടിയെന്ന്, നീ എന്തിനാ വിഷമിച്ചിരിക്കണേന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാ? ആരുണ്ടാവില്ല, ആരുണ്ടാവില്ല. നിങ്ങളെ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആരുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയും, നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ ശുശ്രൂഷിക്കാൻ, നീ ഇച്ഛിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കാൻ, നീ മനസ്സിലാക്കണ പോലെ നിന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആ തമ്പുരാന് മാത്രമേ പറ്റുള്ളൂ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അവന് ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ കട്ടയ്ക്ക് കൂടേക്കാൻ. വേറെ ആരും ഉണ്ടാവില്ല. മനുഷ്യരുണ്ടാവും, ചിരിക്കുമ്പോ ഉണ്ടാവും. നമ്മൾ പാടാറില്ലേ, ചിരിക്കുമ്പോ ഞാൻ ആ നീടലെ മാറ്റും. നിന്റെ ഈശോ വരുമെന്ന് ഞാൻ പറയും. ചിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും. എന്തായിരുന്നു അല്ലെ സന്തോഷത്തിന്റെ സമയത്തൊക്കെ, കല്യാണത്തിന്റെ സമയത്ത് എത്ര പേരാ. ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാ അവനുണ്ടായുള്ളൂ. ഒരു മാമോ കൊച്ചിന് ജന്മം കൊടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾ നിങ്ങളുടെ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ചടങ്ങിനൊക്കെ എന്തോരം പേരാ സന്തോഷിക്കാൻ. മറ്റേത് കുപ്പിയൊക്കെ പൊട്ടി നിങ്ങൾ ഇല്ലല്ലേ, ഓക്കെ 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 കഴിക്കില്ല, ഇല്ലല്ലേ, ഇല്ലല്ലേ, ഓക്കെ ഓക്കെ. എന്തൊരു വിശുദ്ധര കർത്താവ് ഇവരോ. ഇതൊക്കെ പൊട്ടിക്കണ സമയം അല്ല, നിങ്ങളല്ല, വേറെ പള്ളിയിൽ കേട്ടോ. ഇതൊക്കെ പൊട്ടിക്കണ സമയത്ത് എന്തോരം പേരാന്നറിയോ. പക്ഷെ ഒരു സങ്കടം വരുമ്പോഴാ, നിന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വീഴുമ്പോ നിന്റെ കൂടെ അവിടെ ഉണ്ടാവുള്ളൂ. അവനുള്ളൂ നിനക്ക്. ചങ്കിലിങ്ങനെ എഴുതി വെക്കണം, മനസ്സിലിങ്ങനെ ആലേഖനം ചെയ്തു വെക്കണം, ചങ്കിലിങ്ങനെ ഉറപ്പിച്ചു വെക്കണം, എൻ്റെ തമ്പുരാനുണ്ട് എൻ്റെ കൂടെ. എന്തിനും പോകുന്നൊരു തമ്പുരാൻ. എത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ചിന്തിച്ചോളാം, അവൻ എന്നെ നോക്കും, അവൻ എന്നെ പരിപാലിക്കും, അവൻ എന്നെ ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞേ, പെറ്റമ്മ നിന്നെ മറന്നാലും, കേട്ടില്ല, ഞാൻ നിന്നെ മറക്കില്ലെന്ന്. ജീവിതത്തിന്റെ ഏത് യാഥാർത്ഥ്യങ്ങളിലും ഏത് വേദനകളിലും നീ ചിന്തിച്ചോ, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. എന്തിനും പോന്ന സർവശക്തനായ ഈ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാൻ സ്വന്തം കൈകൊണ്ട് എന്തും സൃഷ്ടിക്കാൻ പോന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. അവൻ മതി എൻ്റെ കൂടെ ജീവിക്കാൻ. കേട്ടോ, എന്നോട് പലരും ചോദിക്കും, എൻ്റെ അച്ഛനെ എങ്ങനെയാ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കണേ, എങ്ങനെയാ ഇത്ര ഹാപ്പി ആവണേ? ഞാൻ ഒറ്റ ഉത്തരം പറയുള്ളൂ, എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ ചിന്തിക്കണേ, നാളെ അച്ഛൻ്റെ ജീവിതത്തിലെ അസുഖങ്ങളൊക്കെ അച്ഛൻ പറയും. എൻ്റെ അപ്പനമ്മയും ക്യാൻസർ പേഷ്യൻ്റാ. അപ്പന് അമ്മയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു. ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് വീണു. രാത്രി മണിക്ക് എൻ്റെ അപ്പം വിളിച്ചേക്കാ, മോനെ അമ്മ വീണ് കിടക്കാടാ. അപ്പനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ്. അമ്മ വീണ് കിടക്കാ. അപ്പനമ്മ വീട്ടിൽ തന്നെയാ, വേറെ ആരും ഇല്ല ഇപ്പോൾ. ഞാനാണെങ്കിൽ ഇച്ചിരി ദൂരെയാ എൻ്റെ പള്ളി. ഞാൻ ആ പള്ളി പോയാൽ എൻ്റെ വീട്ടിലേക്ക് ചെല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഞാനാണെങ്കിൽ അന്ന് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. രാത്രി തുരുതുര കോള് വൻ്റെ എൻ്റെ അപ്പൻ്റെ. ഞാൻ എടുക്കണില്ല, കാരണം പ്രസംഗിക്കാല്ലേ, എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇതുപോലെ പ്രസംഗിക്കുന്ന ഇടയിൽ കോൾ എടുക്കാൻ പറ്റുമോ? കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാത്രി ഒരു 9:30 11 മണി തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോൺ മാറ്റി വെച്ച് എന്തിനാ അപ്പ വിളിച്ചതെന്ന് വെച്ചോണ്ട് തിരിച്ചു വിളിക്കുമ്പോൾ അപ്പം പറയാ, മോനെ അമ്മ വീണ് കിടക്കാടാ, സ്ട്രോക്കാടാ, അമ്മയ്ക്ക് ബോധമില്ലടാ, അമ്മ മിണ്ടണില്ലടാ. സ്ട്രോക്കിൻ്റെ ആരംഭമെന്നാ പറയണേ. അപ്പന് മനസ്സിലാവുള്ള, അമ്മയ്ക്ക് എന്തോ കുഴഞ്ഞ് മിണ്ടാണ്ട് കിടക്കുക. ഞാൻ എന്താ ചെയ്തെന്നറിയോ? എൻ്റെ അപ്പം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും എൻ്റെ അമ്മ പോയിട്ടുണ്ടാവും, എൻ്റെ അമ്മ സംഭവിച്ചിട്ടുണ്ടാവും. ഞാനന്നൊരു ലാറ്റിൻ പള്ളിയിലാണ് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക. പള്ളിയൊന്നും പറയില്ല, തൊട്ടടുത്താ. ആ പള്ളിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ആ വാതിലൊന്ന് തുറന്നോരോ പള്ളിയുടെ. നേരെ ചെന്നു.
അവിടെ തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപമുണ്ട്, ഒരു കുരിശുണ്ട്. ആ കുരിശിലിങ്ങനെ വട്ടം പിടിച്ചിട്ട് ഒറ്റ മറുപടി ഞാൻ പറഞ്ഞോളൂ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം, എനിക്ക് എൻ്റെ അമ്മേനെ വേണം ഈശോയെ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം, വേറെ ഒന്നുമില്ല, എനിക്ക് എൻ്റെ അമ്മേനെ വേണം. ഞാൻ രാത്രി 11 മണിക്ക് പള്ളിയിൽ പോയിരുന്ന് കരയണിട്ട് ഈ അച്ഛൻ എൻ്റെ കൂടെ വന്നു. എന്തെച്ചാ? അമ്മയ്ക്ക് വയ്യച്ചാ. കുഴപ്പമുണ്ടാവില്ല അച്ഛാ, എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേനെ എനിക്ക് വേണം. ഞാൻ ആ കുരിശലിങ്ങനെ വട്ടം പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മേനെ വേണം, വേറെ ഒന്നും എനിക്കില്ല, വേറെ ഒന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല, പറയാനുമില്ല. ഈശോയെ എനിക്ക് എൻ്റെ അമ്മേനെ വേണം. കുറച്ച് നേരത്തിന് ശേഷം അപ്പം വിളിച്ചു, മോനെ ആശുപത്രിയിലാട്ടാ, കുഴപ്പമൊന്നുമില്ല, മോൻ പേടിക്കണ്ടട്ടാ, മോൻ പേടിക്കണ്ട, നിങ്ങൾ ഓർത്തോളണം, അവനുണ്ടാവുള്ളൂ, എന്തു വന്നാലും അവനുണ്ടാവുള്ളൂ. അവനെ പിടിച്ചവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല, അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല, അവന്റെ മുമ്പിൽ കരഞ്ഞവരാരും ജീവിതത്തിൽ തോറ്റ് നാണം കെട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. അതാ പറഞ്ഞേ, ആ ദൈവത്തെ കൊടുക്ക നിങ്ങളുടെ കുടുംബത്തില്, ആ ദൈവത്തിന്റെ പിന്നാലെ നടക്കുക നിങ്ങളുടെ കുടുംബം, നിന്റെ മക്കള്. നമ്മൾ അപരാഗത്തിന്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടേ അപരാഗത്തിന്റെ ദൈവം എന്ന് നമ്മൾ വിളിച്ചേ? ഞാൻ ഇതുപോലെ ബൈബിളിൽ ബഹുമാനിക്കുന്ന വേറൊരു മനുഷ്യനില്ല, അത്രയ്ക്ക് ബഹുമാനിക്കുക അപരാഗത്തോട്, അത്രയ്ക്ക് ബഹുമാനം. അതിന് കാരണം ഉണ്ടെന്നറിയോ? ദൈവം എല്ലാം അപരാഗത്തിന് കൊടുത്തു, പക്ഷെ ഒന്ന് മാത്രം കൊടുത്തില്ല. എന്തു കൊടുത്തില്ല? ദേ ഇരിക്കണു. എന്തു കൊടുത്തില്ല? എന്തു കൊടുത്തില്ല? ആ മക്കളെ കൊടുത്തില്ല. എത്ര വർഷം പ്രാർത്ഥിച്ചു? ദേ ഇരിക്കണു. തള്ളിക്കോ, തള്ളിക്കോ, തള്ളു, തള്ളു, തള്ളു. 100 വർഷം എങ്ങനെയാണ് പോയി ആദ്യത്തെ തള്ളലൊക്കെ ശരിയാക്കണേ? 100 വർഷം പ്രാർത്ഥിച്ചു. 100ാമത്തെ വർഷം ഒരു കൊച്ചിനെ കൊടുത്തു. ആ 100ാമത്തേത് 100 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിനെ കൊടുത്തു. താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കില്ലെന്ന് വെച്ചാൽ അതിനെ സ്നേഹിച്ചു, സ്നേഹിച്ച് 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 വളർത്തി വലുതാക്കി ഒരു പരുവെത്തിച്ചു കഴിഞ്ഞപ്പോ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് വളർത്തി വലുതാക്കി ഒരു പരുവെത്തിച്ചു കഴിഞ്ഞപ്പോ ഒരിക്കൽ തമ്പുരാൻ പറഞ്ഞു, നിന്റെ കൊച്ചിന് എനിക്ക് വേണ്ടി ആ യാഗബലി അർപ്പിക്കണമെന്ന്. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? ചേച്ചി കൊടുക്കോ? ചേച്ചി ഒന്ന് എഴുന്നേറ്റുന്നേ. ഈ ചേച്ചിയുടെ പിന്നിരിക്കണ ചേച്ചി, സുന്ദരി ചേച്ചി, എഴുന്നേറ്റുന്നോ? കൊടുക്കോന്ന് കർത്താവ് പറയാ, യാഗബലി അർപ്പിക്കാൻ മോനെ കൊടുക്കണം. കൊടുക്കോ? എന്നാ തള്ളയുടെ അത്? ശല്യം ചേട്ടൻ കൊടുക്കോ? എന്നാ തന്തയുടെ അത്? നിങ്ങൾ ആരെങ്കിലും കൊടുക്കോ? ചേച്ചി ഇരുന്നോ? സ്നേഹം കൊണ്ട് വിളിച്ചാട്ടാ, സ്നേഹം കൊണ്ടാട്ടോ, ഐ ലവ് യു കേട്ടോ. സ്നേഹം കൊണ്ട് വിളിച്ചതാ. ഈ ഐ ലവ് യു എന്ന് പറയുന്നത് ഈ കമിതാക്കൾ മാത്രം ഉപയോഗിക്കുന്ന പദമല്ല. ഈ ഐ ലവ് യുടെ അർത്ഥം എന്നാ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് കമിതാക്കൾ മാത്രം പറയാനുള്ള കാര്യമൊന്നുമല്ല. നമ്മളങ്ങനെ ഐ ലവ് യു, എൻ്റെ അമ്മേ, നമുക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ പറയാം ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നല്ലൊരു അർത്ഥത്തിന്. അത് ഈ കമിതാക്കളുടെ ഭാഷയായിട്ട് മാറിപ്പോയി, പ്രണയമുള്ളവരുടെ ഭാഷയായിട്ട്. അങ്ങനെയല്ല, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഐ ലവ് യു, ഐ ലവ് യുടാ, ഐ ലവ് യുടി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തൊരു നല്ല പദം അത്. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ആരെങ്കിലും കൊടുക്കോ? ദൈവം ചോദിച്ചോ കൊടുക്കോ? ഇല്ല, ഞാനാണെങ്കിലും കൊടുക്കില്ല കേട്ടോ, എനിക്കില്ല കേട്ടോ, എന്നാലും കൊടുക്കില്ല, കൊടുക്കത്തില്ല. പക്ഷെ അബ്രഹാം, ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം കേട്ടോ, സമയം പോയോ? ബോറടിക്കണ്ടോ? അങ്ങനെ ഇരിക്കുകയാണല്ലേ, എനിക്ക് ആകെ ക്ഷീണോ, പോട്ടെ. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അബ്രഹാം എന്ന മനുഷ്യൻ ഇത്രയും വർഷം പ്രാർത്ഥിച്ച കൊച്ചിനെ ദൈവം പറഞ്ഞു യാഗബലി അർപ്പിക്കണം. എനിക്ക് ആ മനുഷ്യനോട് ബഹുമാനം തോന്നണം, ഒറ്റ കാര്യം അതുള്ളൂ. അബ്രഹാം ചോദിച്ചില്ല, ദൈവമേ ഒരാഴ്ച എൻ്റെ മോനോട് ഞാൻ സ്നേഹിച്ചോട്ടെ, 1 മാസം ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എൻ്റെ മോനെ, എന്നിട്ട് ഞാൻ തരാം. പറഞ്ഞ ഇല്ല. ആ മനുഷ്യനെ സമ്മതിക്കണം. നിങ്ങൾ ആ ബൈബിൾ വായിക്കുമ്പോൾ, സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ആ മനുഷ്യനെ സമ്മതിക്കണം. എന്തെന്നറിയോ? പിറ്റേ ദിവസം അതിരാവിലെ സ്വന്തം സഹധർമ്മിണിയോട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവന് ജീവൻ കൊടുത്ത് വളർത്തി വലുതാക്കിയ സ്വന്തം ഭാര്യയോട് ഒരു വാക്ക് പോലും ഉരിയാടാതെ സ്വന്തം മകനെ പിടിച്ചുകൊണ്ട് അബ്രഹാം എന്ന മനുഷ്യൻ മോറിയ മലയിലേക്ക് യാഗബലി അർപ്പിക്കാൻ പോവാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ഒറ്റ മോനുള്ളൂ.
100 വർഷം കാത്തിരുന്ന് കിട്ടിയതാ. അതിനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോ അബ്രഹാം മറുതലിക്കാൻ പോയാ നമ്മളാണെങ്കിലാ പിന്നെ ഞാൻ തന്നെ പിന്നെ ദൈവമല്ലേ, പിന്നെ ദൈവത്തിന് അങ്ങോട്ട് പറഞ്ഞുകൂടെ? നമുക്ക് പറ്റില്ല. നമ്മുടെ കുഴപ്പം എവിടെയാ? ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനൊന്നും നമുക്കറിയാൻ പാടില്ലടവേ. നീ ചിന്തിച്ചോളാം, അബ്രഹാം അന്ന് നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹത്തെ വിളിക്കുവോ? ഇല്ല. അബ്രഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായിരുന്നു അത്. പിറ്റേ ദിവസം സ്വന്തം മോനെ പിടിച്ചുകൊണ്ട് മോറിയ മല കയറുമ്പോ ലോകത്തെ മുഴുവൻ ചങ്കുലയ്ക്കുന്ന ഒരു ചോദ്യം അപ്പന്റെ മുഖത്തേക്കിട്ട് ഈ മകൻ ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാ, അപ്പാ വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടെവിടെയാ? ബലിക്കുള്ള കുഞ്ഞാടെവിടെയാ? തന്റെ കണ്ണിൽ നിന്ന് മിറ്റിറ്റ് വീഴുന്ന കണ്ണുനീർത്തുള്ളി തുടച്ചു നീക്കി വിറയ്ക്കുന്ന തരത്തോടുകൂടെ അബ്രഹാം എന്ന മനുഷ്യൻ സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ദൈവം തരൂടാ, ദൈവം തരൂടാ, ദൈവം തരൂടാ. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ചോദ്യവും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഉത്തരവും. മകൻ ചോദിക്കുക കുഞ്ഞാടെവിടെയെന്ന്, അപ്പം പറയാ ദൈവം തരൂന്ന്. സ്വന്തം മകനെ കൊല്ലണമെന്ന് ദൈവം പറഞ്ഞിട്ട് അപ്പം പറയാ ദൈവം തരൂന്ന്. ഇനിയും എന്തു വിശ്വാസാന്ന് നിങ്ങൾ ഓർത്തോക്കെ, ചിന്തിച്ചോക്ക്. എന്തു വിശ്വാസാ മനുഷ്യന്, ഇത്രയും ഉറപ്പുള്ള വിശ്വാസം. എൻ്റെ ദൈവം തരും, എൻ്റെ ദൈവം തരും. ഏത് അവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവം തരും. അങ്ങനെ വിശ്വസിച്ചവനായിരുന്നവൻ പിന്നെയും കയറിപ്പോവാ. യാഗബലിക്കുള്ള സമയമായി, വിറക് നിരത്തി സ്വന്തം മകന്റെ കരങ്ങൾ ബന്ധിക്കാൻ പോണതിന് മുമ്പ് ആ മകൻ ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിച്ചു, അപ്പാ യാഗബലിക്കുള്ള സമയമായി. നിങ്ങളൊന്ന് ചിന്തിക്കണം, യാഗബലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം എന്താണെന്നറിയോ? സ്വന്തം കൊച്ചിന്റെ കരങ്ങൾ ബന്ധിച്ച് ഒരു കടാര കൊണ്ട് നെഞ്ചത്ത് കുത്തി ഇറക്കി ആ ചോരയെടുത്ത് ബലിയർപ്പിക്കണേ. ഏതപ്പനാ പറ്റണത്? ഈ 100 വർഷം കാത്തിരുന്ന അപ്പന് ഇനിയും പറ്റുമോ? പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ സ്വന്തം മോനെ പോലും വേണ്ടെന്ന് വെച്ചവനായിരുന്നു ആര്? അബ്രഹാം. അതായിരുന്നു അവന്റെ വിശ്വാസം, അതായിരുന്നു അവന്റെ കരുത്ത്, അതായിരുന്നു അവന്റെ തൻ്റെ ഇടം. അതാണ് നമ്മളൊക്കെ ഇന്ന് അബ്രഹാത്തിന്റെ ദൈവം എന്ന് ദൈവത്തെ വിളിക്കണേ. ചിന്തിച്ചോക്ക്. അപ്പോഴും അബ്രഹാം പറഞ്ഞു ദൈവം തരും, എൻ്റെ ദൈവം തരും. സ്വന്തം കൊച്ചിന്റെ കഴുത്തിൽ കത്തി ഓങ്ങി നിൽക്കണ സമയം, ആ മൊമെന്റ് വരെ അബ്രഹാത്തിന് ലെവലേശം പിന്നോട്ടം നീങ്ങി അവൻ ഇല്ല. അതാണ് അബ്രഹാം എന്ന് പറയണേ. നമ്മളൊക്കെ നാട്ടില് 100 വർഷം, അതുകൊണ്ട് പറഞ്ഞിട്ട് അച്ഛൻ നിർത്തിക്കോളാം. നമ്മുടെയൊക്കെ നാട്ടിൽ ആ പാട്ടിൻ്റെ വരികൾ പാടിക്കൂടി അച്ഛൻ നിർത്തിക്കോളാം. നമ്മുടെയൊക്കെ നാട്ടിലൊരു 100-110 വർഷങ്ങൾക്കൊക്കെ മുമ്പ് കേരളക്കര മുഴുവൻ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടിൻ്റെ വരിയുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം സന്തോഷത്തോടതു വാങ്ങി സന്തോഷത്തോടതു വാങ്ങി. മതി. നിങ്ങൾ എവിടെ പോയിക്കോ, ഏത് ക്രിസ്തീയ സമുദായത്തിൽ പൊക്കോ, ഏത് സഭയിലും പൊക്കോ, അത് ക്രിസ്ത്യൻസോ ലാറ്റിൻസോ സുറിയാനി ക്രൈസ്തവരോ ഓർത്തഡോക്സോ യാക്കോബൈറ്റ്സോ എവിടെയും പൊക്കോ, ഈ പാട്ട് എല്ലാവരും പാടും. അത്രയ്ക്ക് കേരളക്കര മുഴുവൻ ക്രിസ്ത്യാനികൾ പാടിക്കൊണ്ടിരുന്ന ഈശോയുടെ പിന്നാലെ നടക്കുന്നവരൊക്കെ ഈ പാട്ട് പാടും. ഇത് ആരെ എഴുതിയെന്നറിയോ? നമുക്കറിയാം. സാധു കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞൊരു ഉപദേശി എഴുതിയ പാട്ടാ. എപ്പോഴാണ് എഴുതണമെന്നറിയോ? ഇദ്ദേഹത്തിന്റെ വേല സുവിശേഷ വേലയായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ നടന്ന മനുഷ്യനാ ഇദ്ദേഹം. ശ്രീലങ്കയിൽ സുവിശേഷ വേലയ്ക്കായിട്ട് പോയപ്പോ ചങ്ങനാശ്ശേരി അടുത്ത് ചെങ്ങന്നൂർ ഇദ്ദേഹത്തിന്റെ വീട്. ഇദ്ദേഹത്തിന് 3 മക്കളാ. രണ്ടാമത്തെ മകൻ സാമുവേല് വളരെ സുന്ദരനായിരുന്നു, നല്ലൊരു പൈതല്. അവനൊരു അസുഖം ബാധിച്ച് മരിച്ചുപോയി. മരിച്ചു കിടക്കണ സ്വന്തം മകന്റെ കാണാനായിട്ട് ചെറ്റക്കുടിലേക്ക് ചെല്ലുമ്പോ നാട്ടുകാരും വീട്ടുകാരൊക്കെ നിലവിളിച്ച് കരയാ, ചങ്കത്തടിച്ച് കരയാ, നിലവിളിക്കുക. സുവിശേഷ വേലയ്ക്ക് പോണ ഒരു അപ്പന് കിട്ടിയ ഒരു പ്രേക്ഷിതന് കിട്ടിയ വേല, ഒരു പ്രേക്ഷിതന് കിട്ടിയ ഫലം നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിന്റെ പിന്നാലെ നടന്ന ഒരു മകന് കിട്ടിയ പണിയുടെ അങ്ങനെ ചിന്തിച്ചോളൂ. നാട്ടുകാരും വീട്ടുകാരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും സങ്കടപ്പെട്ട് ചങ്കത്തടിച്ച് നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തില്
എല്ലാവരും കൈവിട്ടു പോണ ഒരു സാഹചര്യത്തില്, സ്വന്തം ഭാര്യയും കൂടപ്പിറപ്പുകളും നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരപ്പന് മാത്രം കരച്ചിലില്ല. ആ അപ്പൻ സ്വന്തം മകന്റെ ജീവച്ഛവമായ ശരീരം ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് സാമുവേൽ എന്ന് മുഴുവിപ്പിക്കാനാകാതെ ആ മകന്റെ മുഖത്തേക്ക് നോക്കി തണുത്തുറഞ്ഞ അവന്റെ ശരീരത്തെ ഇങ്ങനെ പുലുകിക്കൊണ്ട് ഇനിയൊരിക്കലും തുറക്കാത്ത അവന്റെ കണ്ണിലേക്ക് നോക്കി, ഇനിയൊരിക്കലും അപ്പ എന്ന് വിളിക്കാത്ത അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പാടി, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനതങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഹല്ലേലൂയ പാടും ഞാനെന്ന്. എത്ര വലിയ ദുരിതമാണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമെന്ന്. നമ്മളോ? ഒരു വചനം പഠിക്കാൻ തരാ. ഒരു വചനമുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നാളെ. ടാ ടാ ഓക്കെ. ഇപ്പം എന്താ പഠിക്കാൻ പറഞ്ഞേക്കണേ? അബ്രാഹത്തിൻ്റെ ദൈവം. എന്തുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ദൈവം? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്നൊരു ദൈവമാണ് അബ്രാമിൻ ദൈവം. എപ്പോഴും ഓർത്തോളത്. നാളെ വരുമ്പോൾ ചോദിക്കും. ഈ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കരുത്. ഞാൻ മാനത്തോക്ക് ഉത്തരം പറഞ്ഞോളാം കേട്ടോ. അപ്പോൾ നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വരണം. ഒരു വചനം പഠിക്കാൻ തരാണ്. 1 യോഹന്നാൻ 4:4. നാളെ കുറച്ചും കൂടി വചനങ്ങൾ നമ്മൾ കാണും കേട്ടോ. ശബ്ദം പോരട്ടെ. അവനെ ജയിച്ചിരിക്കുന്നു. ആ വചനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ആ വചനം പറഞ്ഞേ. നിങ്ങളിലുള്ളവൻ, എൻ്റെ കൂടെ പറ, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാന്റെ 4:4 കേട്ടോ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒന്നും കൂടി. 1 യോഹന്നാൻ 4:4. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ആ വെള്ളക്കുട്ടി എഴുന്നേറ്റുന്നേ. ആ നീല ഡ്രസ് ഇട്ട് വന്നേക്കണ വെള്ളക്കുട്ടി. അനീനയുടെ ഇപ്പുറത്തിരിക്കുന്ന കൊച്ച്. കുത്തിൻ്റെ പേരെന്നാ? തൊട്ട് ആഗമിയോ? എൻ്റെ അപ്പം വന്നുണ്ടോ? അമ്മയുണ്ടോ? ഏതത്? ഇതെങ്ങനെ കണ്ടെത്തി എന്നുള്ളതാ. ആഗമിയോ? ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ ഒരു പേര് കേൾക്കണേ. ആഗമി. വളരെ റയർ നെയിം. സൂപ്പർ കേട്ടോ. ഇതെങ്ങനെ കണ്ടെത്തി? ആ തല വെയിൽ വിളിക്കരുത് കേട്ടോ. അച്ഛൻ തമാശ പറഞ്ഞതാ. ഓക്കെ. ആഗമിയേ, വിളിയേക്ക്. ഉത്തരം വചനം. ഏത് വചനം പഠിക്കാൻ പറഞ്ഞേക്കണേ? 1 യോഹന്നാന്റെ 4:4. ഏതാ? നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇരുന്നോ എൻ്റെ ആഗമി മോൾ ഇരുന്നോ. ആഗമി മോളുടെ ഇപ്പുറത്ത് കൂട്ടുകാരി എഴുന്നേറ്റുന്നേ. സുന്ദരിയായ കൂട്ടുകാരി എഴുന്നേറ്റുന്നേ. വാട്ട്സ് യുവർ നെയിം? അനിന്യ. അനന്യ. ഇത് അനീന. അനിന്യ. അനിന്യ. എന്താ പഠിക്കാൻ പറഞ്ഞേ? വളരെ ബ്യൂട്ടിഫുൾ വോയിസാണ് ഇദ്ദേഹത്തിൻ്റെ കേട്ടോ. പാടും ഇദ്ദേഹം. പാടുവോ? നല്ല നല്ല കിളി പോലത്തെ ശബ്ദം. ഇരുന്നോ. സൈഡിലുള്ളവർക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാമോ? സൈഡിലുള്ളവർക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാമോ? ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തു. അതിന് കൊടുക്ക്. കൊച്ചമ്മ എവിടെയെങ്കിലും കൊടുക്ക്. അല്ല, ഷെയ്ക്കാൻഡ് കൊടുത്ത് പിടിക്ക്. ആ കൈ പിടിക്കാൻ. ഇനി ഒരെണ്ണം ഇല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ പിടിച്ചു. നിങ്ങൾ പിടിക്കില്ലേ? എവിടെയാണെങ്കിലും പിടിക്കും. പിടിക്കടാ അനീഷേ. എല്ലാവരും എല്ലായിടത്തു നിന്നും പിടിക്കണ്ടടാ. ഒരെണ്ണത്തിൽ നിന്ന് പിടിച്ചാൽ മതി. എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങിക്കും. ഒരെണ്ണത്തിന് പിടിക്ക്. മലയാളികളുടെ കുഴപ്പം. ഒരെണ്ണത്തിൻ്റെ കൈ പിടിക്ക്. കൈ പിടിച്ചാ ഈ ചേട്ടായിക്ക് പിടിച്ചടാ. ചേട്ടായുടെ കൈ പിടിച്ചടാ. പിടിച്ചാ. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയേ. ആ മുഖത്തേക്ക്. ഈ അപ്പച്ചൻ്റെ കൈക്ക് പിടിക്ക്. ആ അപ്പച്ചൻ നീല ഷർട്ടിട്ട അപ്പച്ചൻ പിന്നിലുള്ള അപ്പച്ചനെ പിടിക്ക്. എന്നാ ഞാൻ അച്ഛനും പാ.
ഓ എന്നതടത്, ഓ അച്ഛൻ പിടിച്ചിട്ടില്ലല്ലോ ഒന്ന് കർത്താവേ. ഓക്കെ, ഇനി അയാളുടെ മുഖത്തേക്ക് നോക്ക്. ഈ വചന അയാളുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ പറയാൻ പോണേ, ദൈവത്തിന്റെ വചന ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനം. കേട്ടോ, വചനം പറയുമ്പോൾ അവന്റെ ജീവിതത്തിന് ശക്തി ഉണ്ടാവും. ആ വചനം അയാളുടെ മുഖത്തേക്ക് നോക്ക്, അയാളുടെ മുഖത്തേക്ക് നോക്ക്. എൻ്റെ മുഖത്തേക്ക് നോക്കല്ല, അയാളുടെ മുഖത്തേക്ക് നോക്ക്. അയാളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. എൻ്റെ കർത്താവേ, ഇപ്പൊ വേണമെങ്കിൽ മാസ്ക് ആണെങ്കിൽ വെച്ചോ, ചിലത് പല്ല് വെച്ചിട്ടില്ല. ആ ശരിക്ക് ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടെന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 4:4, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. മുഖത്ത് നോക്കി പറ, വചന പറയണേ, ദൈവത്തിന്റെ വചന പറയണേ, ഒരിക്കലും മാറാത്ത വചന പറയണേ. പറ, മുഖത്ത് നോക്കി പറ, സീരിയസ് ആയിട്ട് പറ, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒന്നും കൂടി പറ, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അതുകൊണ്ട് വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ദൈവം നിന്നെ നോക്കിക്കൊള്ളും, ദൈവം നിന്നെ നോക്കിക്കൊള്ളും. കൈവിട്ടോ? ഈ അനിന്യയുടെ അമ്മയും മോളാണ് ഇരിക്കണേ. സ്റ്റാൻഡപ്പ്, രണ്ടുപേര് സ്റ്റാൻഡപ്പ്. കൈ കൊടുക്കാനേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരെ തല രണ്ടുപേരുടെ മുട്ടിച്ചിട്ട്, ഞാൻ നോണ പറയുന്നല്ല, അവരോട് ചോദിച്ചു നോക്കിക്കോ. രണ്ടുപേരും അമ്മ അനിയൻ്റെ തല മുട്ടിട്ട്, ദൈവം നിന്നെ നോക്കിക്കൊള്ളും, ദൈവം നിന്നെ നോക്കിക്കൊള്ളും. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സ്വന്തം മകളോടല്ലേ അത് പറയുള്ളൂ, വേറെ ആരോട് പറയും? നല്ലൊരു കൈഡി കൊടുത്ത് രണ്ടുപേർക്കും മതി. ഇരുന്നോ? അങ്ങനെ പഠിപ്പിക്കണം. മോളെ ഇങ്ങനെ ചേർത്തിരുത്തിയിട്ട് മോളുടെ മുഖത്തേക്ക് പറഞ്ഞു കൊടുക്കണം, ദൈവം ഉണ്ടടി നിന്റെ കൂടെ, ദൈവം നിന്നെ നോക്കിക്കൊള്ളുന്നു. കേട്ടോ, ഒന്ന് വീട്ടിൽ പോയിട്ട് പറയണം മക്കളുടെ മുഖത്ത്. ഒരറ്റടി കിട്ടും, എന്നാലും പിടിച്ചിട്ട് പറഞ്ഞോ. കെട്ടിയവനിടയ്ക്ക് മുഖത്ത് പിടിച്ചിട്ട് പറഞ്ഞോ, ദൈവം നിന്നെ നോക്കിക്കൊള്ളും. നാളെ വരുമ്പോൾ മുഖം വീർത്തിരിക്കുമെങ്കിലും പറയാലോ ദൈവവചന പറഞ്ഞേന്ന്. കേട്ടോ, അപ്പം അതുകൊണ്ട് നമുക്ക് നിർത്താം. നാളെ വരുമ്പോൾ അച്ഛനൊരു സുവിശേഷ വേല നിങ്ങളെ ഏൽപ്പിക്കുക. എന്തെന്നറിയോ? നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി കൊണ്ടുവരണം. ചിലർ കൺവെൻഷൻ കൂടി നന്നായിട്ട് വീട്ടിൽ പോവും. ഭാര്യ മാത്രം വരുള്ളൂ കൺവെൻഷൻ കൂടാൻ. കുഴപ്പമെന്നറിയോ? ഭർത്താവും കൂടി ഇത് കൂടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഭാര്യ വചനമൊക്കെ പഠിച്ചിട്ട് ചെന്നേക്കാം, ഭർത്താവ് നാടി വന്നേക്കാ, വെറുതെ അടന്നതാ. പുള്ളി നാടി വന്നിട്ട് ഡേ, അപ്പോൾ പുള്ളി നിന്നിലുള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ, ഒറ്റടി കിട്ടും. ആ നേരത്തെ ഭർത്താവും കൂടി ഇത് കേട്ടാലാണ് ഇത് കുടുംബം രക്ഷപ്പെടുള്ളൂ. മക്കളും കൂടി ഇത് കേൾക്കണം. നാളെ ശനിയാഴ്ചയാ കേട്ടോ. അച്ഛൻ്റെ പള്ളിയിൽ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അച്ഛനോട് വന്നേക്കാം. നാളെ വെള്ളിയാഴ്ചയാണോ? ആ, നാളെ വെള്ളിയാഴ്ച, സോറി. ഓ, അതൊക്കെ അറിയാം. അപ്പം നാളെ വെള്ളിയാഴ്ച, കുഴപ്പമില്ല, വിളിച്ചിട്ട് വാ. എപ്പോൾ വന്നാലും അച്ഛന് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ 8 മണിക്കാണ് വരാൻ പറ്റുക, മതി. 1 മണിക്കൂർ വചനം കേൾക്കാമല്ലോ. 8:30 വരാൻ പറ്റിയ മതി. കെട്ടിയവനാണെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും വരാൻ പറ, നമുക്ക് ഒരുമിച്ചിരുന്ന് തമ്പുരാൻ്റെ വചനം കേൾക്കാം. കേട്ടോ, അപ്പോൾ ഒരു സുവിശേഷ വേല അച്ഛനെ ഏൽപ്പിച്ചേക്കാം. നിങ്ങൾ ചെയ്യോ? ദേതങ്ങളടത് ചെയ്യോ? ചെയ്യാന്നെങ്കിലും പറ. ആ മതി. നാളെ വരുമ്പോൾ പറ്റാവുന്നിടത്തോടൊക്കെ പറ. ഒരു ബോധമില്ലാത്തത് വന്നിട്ടുണ്ട്, വാ വചനം കേൾക്കാൻ വാ, വിളിച്ചിട്ട് വാ. കേട്ടോ, അതൊരു സുവിശേഷ വേല. ചിലപ്പോൾ നീ വിളിച്ചോണ്ട് വന്നവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി. നിനക്ക് കൃപ കിട്ടും. നീ വിളിച്ചോണ്ട് വന്നവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായാൽ നിനക്ക് കൃപ കിട്ടും. അതുകൊണ്ട് ഞാൻ പറയണേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. നമ്മുടെ അച്ഛൻ ആശീർവദിക്കും. കേട്ടോ നിങ്ങളെ, നമുക്കൊരു നിമിഷം തല കുമ്പിട്ട് നമ്മൾ ഇന്ന് കേട്ട വചനങ്ങൾ ഒന്ന് ഓർക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ സമൂഹത്തെ മുഴുവൻ ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. ദൈവമേ, ഞങ്ങളെല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോനാഥ, പ്രത്യേകമായിട്ട് ഇന്ന് ഈ സഭയിൽ വചനം കേൾക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ പ്രതി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഒത്തിരി ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഈശോപ്പ, പലവിധ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഈശോപ്പ, കുടുംബത്തിലെ കടബാധ്യതകളുള്ളവരുണ്ട്, സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പലവിധ രോഗങ്ങളാൽ, ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങളാൽ വേദനിക്കപ്പെടുന്നവരുണ്ട്,
മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, ജീവിതത്തിൻ്റെ പലവിധത്തിലുള്ള തടസ്സങ്ങളെ ഓർത്ത്, വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളുടെ തടസ്സങ്ങളെ ഓർത്ത്, വിസയുടെ തടസ്സങ്ങളെ ഓർത്ത് വേദനിക്കപ്പെടുന്ന മക്കളുണ്ട്, യുവതിയുവാക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, വിദൂരങ്ങളിലായിരിക്കുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന മക്കളുണ്ട്. ഈശോപ്പ, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോപ്പ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലെ വേദനകളിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാൻ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ അങ്ങ് ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോകുവാൻ, ആരെല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചാലും ആരെല്ലാം ഞങ്ങളെ മറന്നാലും അങ്ങ് ഞങ്ങളെ മറക്കില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടെ ജീവിക്കുവാൻ, എൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ ഈശോപ്പ നീ ഞങ്ങളെ സഹായിക്കണമേ. ശിഷ്യന്മാർ ഒരിക്കലും അങ്ങയോട് ആവശ്യപ്പെട്ടില്ലേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണേന്ന്. ഈശോപ്പ, ഞങ്ങളും പ്രാർത്ഥിക്കാൻ നിങ്ങളെ പഠിപ്പിക്കണേ നിങ്ങൾ ആവശ്യപ്പെടുക. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. ഈശോപ്പ, പ്രത്യേകമായിട്ട് നീ വചനം കേട്ട ഓരോ മക്കളെയും ഞാൻ നിന്റെ മുമ്പിലേക്ക് തരുന്നു. അവരുടെ യാചനകൾ സമർപ്പിക്കുന്നു, വേദനകൾ സമർപ്പിക്കുന്നു, ബുദ്ധിമുട്ടുകൾ സമർപ്പിക്കുന്നു, സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ സ്വീകരിച്ച്, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട ഓരോ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എൻ്റെ യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.